സമാരാധ്യ പ്രേക്ഷകർക്ക് മഴമിഴിയുടെ ചിരസ്മരണ എന്ന സെഗ്മെൻറ്റിലേക്ക് സ്നേഹാദരവോടെ സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ചിരസ്മരണ എന്ന സെഗ്മെൻറ്റിൻ്റെ 5-ാം ദിനത്തിൽ ഓർത്തെടുക്കുന്നത് മലയാളത്തിൻ്റെ ഏറെ പ്രിയപ്പെട്ട ജനപ്രിയ കാർട്ടൂണിസ്റ്റായ ശ്രീ യേശുദാസൻ സാറിനെയാണ്. ചക്കോലത്ത് ജോൺ യേശുദാസൻ അഥവാ CJ യേശുദാസൻ എന്ന് പറയുന്ന വലിയ പ്രതിഭാശാലിയായിട്ടുള്ള വ്യക്തിത്വം 2021 ഒക്ടോബർ 6 അദ്ദേഹത്തെ മൃതി നമ്മിൽ നിന്നും അപഹരിച്ചത്. സാംസ്കാരിക കേരളത്തിൻ്റെ വലിയൊരു നഷ്ടം തന്നെയാണ് യേശുദാസൻ സാറിൻ്റെയും മടങ്ങിപ്പോക്ക്. എന്തായാലും ഇങ്ങനെയുള്ള പ്രതിഭാശാലികളായിട്ടുള്ള വ്യക്തിത്വങ്ങളുടെ സർഗസംഭാവനകളെ, അവർ സമൂഹത്തിന് നൽകിയ പ്രകാശങ്ങളെയൊക്കെ ഓർത്തെടുക്കുന്നത് വഴി പുതുതലമുറയ്ക്ക്, ഇനി വരാനിരിക്കുന്ന ജനസമൂഹത്തിന് അവർ ചെയ്ത നല്ല കാര്യങ്ങൾ, അവർ വെട്ടിത്തെളിച്ച പുതുവഴികൾ, ഇവയൊക്കെ ഓർത്തെടുക്കുകയും ആ രംഗത്തൂടെ മുന്നോട്ട് പോകാനുള്ള ഇന്ധനവും ഊർജവുമായി അത് മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ചിരസ്മരണയുടെ മറ്റൊരു സവിശേഷത. യേശുദാസൻ സാറിനെ നമ്മളിന്നിവിടെ ഓർത്തെടുക്കുന്ന സമയത്ത് അദ്ദേഹം കടന്നു വന്ന ജീവിതത്തിൻ്റെ വഴികളുണ്ട്. 1938 ജൂൺ 12 മാവേലിക്കരയ്ക്കടുത്തുള്ള ഭരണിക്കാവിൽ ജനിച്ചിട്ട് അവിടെ നിന്ന് തൻ്റെ ക്ലാസ് മുറി പഠനങ്ങൾക്കൊക്കെ ഇടയിൽ പുറത്തൊക്കെയുള്ള പൂഴിമണലിൽ കുട്ടിക്കാലം മുതലേ തന്നെ ജനിതക പ്രേരിതമായ സർഗസിദ്ധിയാൽ വിരലുകൾ കൊണ്ട് ചിത്രമെഴുതിയ യേശുദാസൻ എന്ന് പറയുന്ന പ്രതിഭാശാലിയെ പലരും ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അതിനെ തുടർന്ന് അദ്ദേഹം ജനയുഗത്തിൽ വരുന്നതോടു കൂടിയിട്ടാണ് വിഖ്യാതനായിട്ടുള്ള പത്രാധിപർ കാമ്പിശ്ശേരി കരുണാകരൻ്റെ സർഗാത്മക നിർദ്ദേശത്തിൽ ജനയുഗത്തിൽ അദ്ദേഹം വരച്ചിട്ട കിട്ടുമാൻ എന്ന് പറയുന്ന പോക്കറ്റ് കാർട്ടൂൺ ഈ കാർട്ടൂണിലൂടെയാണ് ഈ യേശുദാസൻ സാറ് ലോകത്ത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഈ പോക്കറ്റ് കാർട്ടൂൺ എന്ന് പറയുന്ന രീതിയിലൂടെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇടം നേടിയത് എന്ന് പറയുവാൻ കഴിയും. അതിനുശേഷം അദ്ദേഹം ഒരുപാട് ജനപ്രിയങ്ങളായിട്ടുള്ള ഒരുപാട് കാർട്ടൂണുകൾ, മനോരമയിലൊക്കെ അദ്ദേഹം വരച്ചിട്ട കാർട്ടൂണുകൾ, വനിതയിലെ മിസ് നായരും അതുപോലെ തന്നെ പൊന്നമ്മ സൂപ്രണ്ടും ജുബ്ബ ചേട്ടനും ഒക്കെ നമുക്ക് മറക്കാൻ പറ്റാത്ത ജീവിതത്തിൻ്റെ മലയാളി ജീവിച്ചു തീർത്ത ഒരു കാലഘട്ടത്തിൻ്റെ ആക്ഷേപഹാസ്യത്തിൻ്റെ ചിഹ്നങ്ങളും ആൾരൂപങ്ങളുമാണ് ഈ കഥാപാത്രങ്ങളൊക്കെ. ഇവയിലൂടെ പൊള്ളുന്ന ചിന്തകൾ, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സറ്റയറിൻ്റെ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള തോട്ട്സുകളാണ് യേശുദാസൻ സാറ് അദ്ദേഹത്തിൻ്റെ സവിശേഷമായ വരകളിലൂടെ മലയാളികൾക്ക് പകർന്നേകിയത് എന്നുള്ളതാണ് സത്യം. 1963 ഇന്ത്യൻ കാർട്ടൂണിസ്റ്റ് കുലപതിയായ ശങ്കറിൻ്റെ ശിഷ്യനായിട്ട് ഡൽഹിയിൽ അദ്ദേഹം ശങ്കേഴ്സ് വീക്കിലിയിൽ ചേർന്നു. അവിടെ നിന്ന് പഠിച്ചെടുത്ത പാഠങ്ങൾ അതൊക്കെ സ്വതസിദ്ധമായ ശൈലിയുമായി ഇഴചേർത്ത് വെച്ച് തൻ്റെ വഴക്കങ്ങളിലൂടെയാണ് അദ്ദേഹം കാർട്ടൂൺ രംഗത്ത് തനതായിട്ടുള്ള ഇടം കണ്ടെത്തിയത് എന്ന് നമുക്കറിയാൻ കഴിയും. ദേശാഭിമാനി, അതുപോലെ തന്നെ മെട്രോ വാർത്ത ഒക്കെ തുടങ്ങിയ പത്രങ്ങൾക്ക് വേണ്ടിയും അദ്ദേഹം ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്, കാർട്ടൂണുകൾ സംഭാവനകൾ നൽകിയിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. കേരള കാർട്ടൂൺ അക്കാദമിയുടെ സ്ഥാപക ചെയർമാൻ എന്നുള്ള രീതിയിലും അതുപോലെ തന്നെ ലളിതകലാ അക്കാദമിയുടെ ഉപാധ്യക്ഷനും അധ്യക്ഷനുമായി പ്രവർത്തിച്ച അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ മലയാളത്തിൻ്റെ സാംസ്കാരിക ലോകത്തിന് പകർന്നു നൽകിയിട്ടുണ്ട് എന്നുള്ളത് ഏറെ സവിശേഷമായ വസ്തുതയാണ്. 1984 KG ജോർജ് സാർ സംവിധാനം ചെയ്ത പഞ്ചവടി പാലത്തിൻ്റെ സംഭാഷണം എഴുതുക, അതുപോലെ തന്നെ 1992 AT അബു എന്ന് പറയുന്ന സംവിധായകൻ ആവിഷ്കരിച്ച എൻ്റെ പൊന്നു തമ്പുരാൻ എന്ന് പറയുന്ന ചലച്ചിത്രത്തിന് തിരക്കഥയും സംഭാഷണവും ഒരുക്കുക തുടങ്ങിയ കാര്യങ്ങൾ വളരെ മികവോടുകൂടി പുലർത്തിയ ബഹുമുഖ പ്രതിഭ എന്ന് വിളിക്കാവുന്ന തികഞ്ഞ മനുഷ്യസ്നേഹി, സാമൂഹ്യ സ്നേഹിയുമായിരുന്ന ഒരു വലിയ മനുഷ്യൻ്റെ ഓർമ്മകളിലൂടെയാണ് ചിരസ്മരണ ഇന്ന് കടന്നു പോകുന്നത്. ഇന്ന് ചിരസ്മരണയിൽ പ്രിയപ്പെട്ട യേശുദാസൻ സാറിനെ ഓർത്തെടുക്കുന്നത് നമ്മുടെ ഏറെ പ്രിയപ്പെട്ട യേശുദാസൻ സാറുമായിട്ട് ആത്മബന്ധം പുലർത്തിയവരാണ് ഇന്നത്തെ ഓർമ്മ കൂട്ടായ്മയിലൂടെ കടന്നു പോകുന്നത്. അതിൽ മുൻ മന്ത്രിയും അതുപോലെ തന്നെ കവിയും സാമൂഹ്യ രാഷ്ട്രീയ പരിസ്ഥിതി രംഗത്ത് സവിശേഷമായ ഇടം ഉള്ള വലിയ വ്യക്തിത്വം ബിനോയ് വിശ്വമാണ് ഇന്ന് യേശുദാസൻ സാറിനെ ആദ്യമായിട്ട് ഓർത്തെടുക്കുന്നത്. അതിനെ തുടർന്ന് കേരള മീഡിയ അക്കാദമിയുടെ ചെയർമാനും അതുപോലെ തന്നെ മുതിർന്ന പത്രപ്രവർത്തകനും സാമൂഹ്യ പ്രവർത്തകനുമൊക്കെയായ ശ്രീ RS ബാബു സാറ് യേശുദാസൻ സാറിനെ ഓർത്തെടുക്കും. ഇവർ രണ്ടുപേരും യേശുദാസൻ സാറുമായിട്ട് നല്ല ഹൃദയബന്ധവും ഇഴയെടുപ്പവും ഉള്ളവരായിരുന്നു എന്നുള്ളതാണ് ഈ ഓർമ്മ കൂട്ടായ്മയ്ക്ക് കുറേ കൂടി അതിൻ്റെ ഒരു സവിശേഷമായിട്ടുള്ള അർത്ഥതലങ്ങൾ നൽകുന്നത് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ കാർട്ടൂൺ അക്കാദമിയുടെ ചെയർമാൻ, പത്രപ്രവർത്തകൻ കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട ശ്രീ K ഉണ്ണികൃഷ്ണൻ സാർ ഇവിടെ പ്രിയപ്പെട്ട യേശുദാസൻ സാറിനെ ഓർത്തെടുക്കുന്നുണ്ട്. ഒപ്പം എഴുത്തുകാരിയും നോവലിസ്റ്റും സാമൂഹ്യ പ്രവർത്തകയുമൊക്കെയായ ശ്രീമതി ഗിരിജ സേതുനാഥും യേശുദാസൻ സാറിനെ ഇന്ന് ഈ ഓർമ്മ കൂട്ടായ്മയിൽ ഓർത്തെടുക്കുന്നു. ഈ 4 പേരും
യേശുദാസൻ സാറിൻ്റെ ഓർമ്മകളെ തിരികെ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു വലിയ സർഗധനായ വ്യക്തിത്വം സമൂഹത്തിന് നൽകിയ പ്രകാശങ്ങൾ, അദ്ദേഹം നടന്ന വ്യത്യസ്തമായിട്ടുള്ള വഴിത്താരകൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ കാലത്തെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ആ ഓർമ്മപ്പെടുത്തലിന് ഒപ്പം ചേരാൻ മാന്യ പ്രേക്ഷകർ ഇതിനൊപ്പം ഉണ്ടാവുക. ഈ എല്ലാ രീതിയിലും ഈ ഓർമ്മ കൂട്ടായ്മയുടെ പ്രത്യേകതകളെയും മറ്റ് ഇതിൻ്റെ പാഠങ്ങളെയും ഒക്കെ മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുവാനുള്ള ശ്രമങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണം എന്നുള്ള അഭ്യർത്ഥന കൂടി മുന്നോട്ട് വയ്ക്കുന്നു. ഓർമ്മ പ്രഭാഷണത്തിലേക്ക് സുസ്വാഗതം. കാർട്ടൂണാചാര്യൻ യേശുദാസൻ സാറിനെ കുറിച്ചുള്ള സ്മൃതി ഭാഷണത്തിൽ അർത്ഥവ്യാപ്തിയുള്ള അനുഭവങ്ങളും ഓർമ്മകളുമായി ആദ്യമെത്തുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുൻ മന്ത്രിയും ജനനായകനും കവിയും സാമൂഹ്യ പരിസ്ഥിതി രാഷ്ട്രീയ പ്രവർത്തകനുമൊക്കെയായ ശ്രീ ബിനോയ് വിശ്വം അവർകളാണ്. ഏറെ ആദരവോടെ ബിനോയ് വിശ്വം സാറിനെ ക്ഷണിക്കുന്നു. അദ്ദേഹത്തിന് ചെറിയ പനിയൊക്കെ ബാധിച്ച് അല്പം വയ്യായികയിലൊക്കെ നിൽക്കുന്ന സമയത്തും യേശുദാസൻ സാറിനെ കുറിച്ചുള്ള ഓർമ്മയാണ്. അതുകൊണ്ട് അതിൽ ഞാൻ എൻ്റെ ശാരീരിക പരിമിതികളെ ഒക്കെ മറികടന്നുകൊണ്ട് എന്നാൽ കഴിയുന്ന രീതിയിൽ സംസാരിക്കും എന്ന് പറഞ്ഞു. അത് അവർ തമ്മിലുള്ള മനസ്സിൻ്റെ ഇഴപ്പൊരുത്തമാണ് എന്നുള്ളത് കൂടി ഞങ്ങൾ തിരിച്ചറിയുന്നു. ഏറെ ആദരവോടെ ബിനോയ് വിശ്വം സാറിനെ ക്ഷണിക്കുന്നു. എന്നെ വിളിച്ചോ? ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട് കേൾവിക്ക്, അവിടെ ഉണ്ടെന്ന് അറിയില്ല. അവിടെ കേൾക്കുന്നുണ്ടോ വേണ്ട പോലെ? എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് അവിടെ നിങ്ങളെല്ലാവരുടെയും കൂടെ നേരിട്ട് സംബന്ധിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്നെ പ്രമോദ് വിളിച്ചപ്പോൾ ഞാൻ വളരെ സന്തോഷപൂർവ്വം ഏറ്റതുമാണ്. പക്ഷെ പെട്ടെന്ന് എനിക്കൊരു വൈറൽ ഫീവർ പിടിപെട്ടു. അതിന് സാമാന്യം ഒന്ന് ക്ഷീണിപ്പിച്ചു കളഞ്ഞു. എല്ലാ തരത്തിലും വളർത്തി. പനി മാറിയെങ്കിലും അതിന്റെ പ്രയാസങ്ങളൊന്നും മാറിയിട്ടില്ല. ശബ്ദം തീരെ ശരിയല്ല. പണ്ടേ എന്റെ ശബ്ദം ശരിയല്ല, ഇപ്പൊ അത് വീണ്ടും ശരിയല്ലാതായി. അതെല്ലാം നിങ്ങൾ മാപ്പാക്കണം. സംസാരം നടത്താൻ നിൽക്കുകയല്ല. കാർട്ടൂണിസ്റ്റ് യേശുദാസ് കേരളത്തിന് ഒരു പരിചയപ്പെടുത്തൽ ആവശ്യപ്പെടുന്ന ആളല്ല. അദ്ദേഹത്തെ അറിയാത്തവരായിട്ട് ആരും കാണില്ല കേരളം. യേശുദാസ് കേരളത്തിന്റെ കാർട്ടൂൺ രംഗത്ത് വഹിച്ചിട്ടുള്ള വലിയ പങ്കിന്റെ ഫലമായി തന്നെ ഇന്ത്യൻ കാർട്ടൂൺ ലോകം അദ്ദേഹത്തെ ശ്രദ്ധിച്ചിട്ടുണ്ട്, അറിഞ്ഞ് അംഗീകരിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ തന്നെ എണ്ണപ്പെട്ട കാർട്ടൂണിസ്റ്റുകളുടെ പേര് പറയാൻ പറഞ്ഞാൽ അതിലൊരു പ്രധാനപ്പെട്ട പേരായിട്ട് യേശുദാസിന്റെ പേരും എല്ലാവരും പറയും. നമുക്ക് അഭിമാനപൂർവ്വം പറയാൻ കഴിയും, ഇന്ത്യൻ കാർട്ടൂണിന്റെ ലോകത്ത് തലയെടുപ്പോടെ നിൽക്കുന്ന ഒരുപാട് പേർ നമ്മുടെ മണ്ണ് പ്രസവിച്ച ഈ നാടിന്റെ മക്കളാണ്. ആ പരമ്പരയിലെ എല്ലാ തരത്തിലും ശ്രദ്ധേയനായ ഒരു കാർട്ടൂണിസ്റ്റാണ് യേശുദാസ്. അദ്ദേഹം കടന്നു വന്ന വഴിയെപ്പറ്റി ചുരുക്കം വാക്കുകളിൽ പ്രമോദ് ഇവിടെ പറഞ്ഞു, ഞാനത് ആവർത്തിക്കേണ്ടതില്ല. അദ്ദേഹത്തിന്റെ മുമ്പും പിന്നും വന്ന മലയാളത്തിന്റെ മക്കളെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ആ പരമ്പരയിൽപ്പെട്ട എല്ലാവരുടെ പേരുകളും ഓർമ്മയിലേക്ക് വരുന്നുണ്ട്. അതെല്ലാം ഞാൻ ഇപ്പോൾ പറയാൻ ശ്രമിക്കാത്തത് സമയം കുറെ എടുക്കും എന്നുള്ളത് കൊണ്ടാണ്. യേശുദാസിന്റെ ജീവിതം
പല അർത്ഥത്തിലും ഒരു പ്രത്യേകതയാവുന്ന ഒന്നാണെന്ന് എനിക്ക് പറയാൻ തോന്നുന്നു. നിങ്ങൾ ആ മുഖത്തേക്ക് നോക്കുക. യേശുദാസിന്റെ ചിത്രം ഓർത്തുകൊണ്ട് ഒന്ന് കണ്ണുകളിലേക്ക് നോക്കുക. ആ കണ്ണുകളുടെ കോണിൽ നിങ്ങൾക്കാർക്കും ഒരു കുസൃതി കാണാൻ കഴിയും. ആ കുസൃതി നിഷ്കളങ്കമാണ്. പക്ഷെ ആ കുസൃതി പർപ്പസ്ഫുള്ളുമാണ്. ഒരു കാർട്ടൂണിസ്റ്റിനാണ് അങ്ങനെ പർപ്പസ്ഫുള്ളായ നിഷ്കളങ്കമായ കുസൃതി സാഹിത്യമാക്കലാവുന്നത്. അങ്ങനെ അത്തരമൊരു കുസൃതിയെ കണ്ണിന്റെ കോണിൽ സൂക്ഷിച്ചു വെക്കുന്ന കാർട്ടൂണിസ്റ്റുകൾ അധികം പേര് കാണില്ല. കാർട്ടൂണിസ്റ്റ് ഉണ്ണിക്കോ അല്ലെങ്കിൽ ഒ വി വിജയനോ അല്ലെങ്കിൽ ശങ്കറിന്റെ പോലുമോ ഈ കുസൃതി ഉണ്ടാകുമ്പോൾ എനിക്ക് ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ എനിക്ക് അടുത്ത് ഇടപെടാൻ കഴിഞ്ഞ ഒരാളായതുകൊണ്ടായിരിക്കാം കാർട്ടൂണിസ്റ്റിന്റെ ആ കുസൃതിച്ചിരി കണ്ണിൽ ഞാൻ കണ്ടത് ഇദ്ദേഹത്തിലാണ്. യേശുദാസ് ഒരിക്കലും അങ്ങനെ പൊട്ടിച്ചിരിക്കാറില്ല. എപ്പോഴും ആ മുഖത്തിന്റെ പ്രത്യേകത മന്ദഹാസമാണ്. ആ മന്ദഹാസം ബന്ധങ്ങളിലും പ്രകടിപ്പിച്ചിരുന്നു. സമീപനങ്ങളിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പ്രശ്നങ്ങളെ പറ്റി പറയുമ്പോൾ ആ മന്ദഹാസം അദ്ദേഹത്തിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹം അതാണ് വരകളിലേക്ക് യഥോചിതമായി സന്നിവേശിപ്പിച്ച് മലയാളം മറക്കാത്ത ഒരുപാട് കാർട്ടൂണുകൾ ആയിരക്കണക്കിന് വരും ഉണ്ടാക്കിയത്. ഇന്ന് എല്ലാ പത്രങ്ങൾക്കും പോക്കറ്റ് കാർട്ടൂൺ എന്നൊരു സംഗതി. ആ പോക്കറ്റ് കാർട്ടൂൺ എന്ന ആശയം മലയാളത്തിനെ പരിചയപ്പെടുത്തിയത് മറ്റാരുമല്ല, യേശുദാസാണ്. ജനയുഗം പത്രത്തിൽ അദ്ദേഹം ആരംഭിച്ച കിട്ടുമ്മാവനാണ് മലയാളം അറിഞ്ഞ ആദ്യത്തെ പോക്കറ്റ് കാർട്ടൂൺ. പിന്നെ എല്ലാ പത്രങ്ങളിലും അതുണ്ടായി. അതിന്റെ കൈപ്പറ്റം, വഴികാട്ടി, പയനിയർ, ആരംഭം കുറിച്ചയാൾ എല്ലാം നമുക്ക് പറയാവുന്നത് യേശുദാസിനെ പറ്റിയാണ്. ആ കിട്ടുമ്മാവന്റെ കഥയൊന്നും ഞാൻ പറയേണ്ടതില്ല. കിട്ടുമ്മാവൻ ജനീകത്തിന്റെ സ്വന്തമായിരുന്നു. കിട്ടുമ്മാവനെ പറ്റിയും ജനീകത്തെ പറ്റിയും യേശുദാസിനെ പറ്റിയും പറയുമ്പോൾ നിശ്ചയമായും നമ്മളെല്ലാവരും ഓർക്കേണ്ട വലിയ പേരാണ് സഖാവ് കാമ്പശ്ശേരിയുടെ പേര്. കാമ്പശ്ശേരി എന്ന് പറയുന്ന അത്യന്തം പ്രതിഭാശാലിയായ വലിയ പത്രാധിപരാണ് ഈ കാർട്ടൂണിസ്റ്റായ യേശുദാസിനെ കണ്ടെത്തിയ. മാവേലിക്കരയിലെ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ പിറന്ന, അതുകൊണ്ട് തന്നെ അങ്ങനെയെല്ലാം ജീവിക്കാൻ തീരുമാനിച്ച ഒരു ചെറുപ്പക്കാരന്റെ ഈ കഴിവ് കണ്ടെത്തി ആ കഴിവിനെ ഏച്ചു മിനുക്കിയെടുത്ത് അതിന് വളരുവാനും വികസിക്കുവാനും വേണ്ട വളവും വെള്ളവും കൊടുത്തു അതിനെ ജനീകത്തിന്റെ ഭാഗമാക്കി മാറ്റിയ എല്ലാ പ്രോത്സാഹനവും കൊടുത്ത കാമ്പശ്ശേരിയെ എനിക്കെന്നല്ല ആർക്കും യേശുദാസിനെ പറ്റി പറയാൻ കഴിയുകയില്ല. അത് എപ്പോഴും യേശുദാസ് സ്നേഹത്തോട് ആദരവോടെ പറഞ്ഞത് എത്രയോ തവണ ഞാൻ കിട്ടി. കാമ്പശ്ശേരിയെ ഓർക്കാത്ത, ജനീകത്തെ ഓർക്കാത്ത ഒരു യേശുദാസ് പ്രസംഗം ഞാൻ ഒരു 10 മിനിറ്റ് പോയിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും യേശുദാസ് കാമ്പശ്ശേരിയെ പറ്റി പറഞ്ഞിരിക്കും, ജനീകത്തെ പറ്റി പറഞ്ഞിരിക്കും. അതായിരുന്നു അദ്ദേഹത്തിന്റെ തറവാട്. അതേപറ്റി ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്, അത് അവസാനം ഞാൻ പറയാം. അങ്ങനെ ജനീകത്തിൽ നിന്ന് ആരംഭിച്ച കാർട്ടൂണിസ്റ്റ് യേശുദാസ് പിന്നെ ലാൻഡ് ചെയ്തത് ഡൽഹിയിൽ ശങ്കേഴ്സ് വീക്ക്ലിയിലാണ്. ശങ്കർ എന്ന് പറയുന്ന പേര് ഇന്ത്യൻ കാർട്ടൂണിന്റെ മഹാമേരുവാണ്. കുലപതി എന്നൊക്കെ പറയാവുന്ന പേര് ആ പേരാണ്.
ആ ശങ്കരുടെ അടുത്തേക്ക് യേശുദാസിന് നിഷ്പ്രയാസം എത്താനായത് അദ്ദേഹത്തിന്റെ കാർട്ടൂൺ പ്രതിഭ കൊണ്ട് തന്നെയാണ്. അങ്ങനെ ശങ്കറിന്റെ കീഴിൽ കാർട്ടൂൺ രചനയിൽ പങ്കെടുക്കുന്ന സമയത്താണ് യേശുദാസിനെ ആവശ്യമുണ്ടെന്ന് ജനകം വീണ്ടും പറയുന്നത്. ബാലയുഗത്തിന്റെ പത്രാധിപരായ ബാലയുഗം ഒരു കാർട്ടൂൺ പ്രസിദ്ധീകരണമല്ല. ബാലയുഗം 60കളുടെ ഒടുക്കം മുതൽ കേരളം കണ്ട കുട്ടികളുടെ പ്രസിദ്ധീകരണമായിരുന്നു. ഇന്നെണ്ണമറ്റ ബാലസാഹിത്യം ബാലപ്രസിദ്ധീകരണങ്ങളുള്ളപ്പോൾ അവയിൽപ്പെട്ട വെറും ഒന്നായിരുന്നില്ല ബാലയുഗം. ജനയുഗം പുറത്തിറക്കിയ ബാലയുഗം കുട്ടികൾക്ക് വേണ്ടി പുറത്തിറക്കപ്പെട്ട ലക്ഷ്യബോധമുള്ള ഒരു പ്രസിദ്ധീകരണമായിരുന്നു. ആ പ്രസിദ്ധീകരണത്തിന് പത്രാധിപത്യത്തിന്റെ മികവും കുട്ടികളുടെ മനസ്സും നർമ്മവും ശാസ്ത്രബോധവും യുക്തിചിന്തയും സർഗാത്മകതയും ഇതെല്ലാം കൂടെ ചേർത്തിണങ്ങിയ ഒരു ബാലയുഗം പുറത്തിറക്കാൻ വേണ്ടി പറ്റിയ ആൾ ആരാണ് എന്ന് ജനയുഗത്തിലെ ബന്ധപ്പെട്ട സഖാക്കൾ ആലോചിച്ചപ്പോൾ കാമ്പശ്ശേരിക്കും കൂട്ടർക്കും സംശയമില്ല, അത് യേശുദാസാണ്. യേശുദാസ് ശങ്കേഴ്സ് ദിക്കിലാണ് അപ്പോൾ ഉള്ളത്. ശങ്കേഴ്സ് ദിക്കിലുള്ള ലോകം, അതിന്റെ അടിത്തറ, അതിന്റെ സാമ്പത്തിക സുരക്ഷിതത്വം അത് വേറൊരു തലത്തിലാണ്. ജനയുഗത്തിൽ സാമ്പത്തിക ഭദ്രത തൊട്ടുമില്ല. പക്ഷെ അതിനകത്ത് വേറെന്തോ ഉണ്ട്. ആ വേറെ എന്തോ ഒന്നിനെ പറ്റിയുള്ള ഒരു പ്രേരണ കൊണ്ട് സങ്കേഴ്സ് ജുക്ലിയുടെ ഗാംഭീര്യവും പകട്ടും സാമ്പത്തിക മികവും അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് യേശുദാസ് വരുമോ എന്ന് ചോദിച്ചവരോട് കാമ്പശ്ശേരിയും എമ്മനും പറഞ്ഞു, ജനയുഗം വിളിച്ചാൽ യേശുദാസ് വരും. അങ്ങനെ ആ നിയോഗം ഏറ്റെടുത്തുകൊണ്ട് ജനയുഗത്തിന് വേണ്ടി വീണ്ടും യേശുദാസിനെ വിളിക്കാൻ പോയത് മറ്റാരുമില്ല, സഖാബി എമ്മനാണ്. ഒറ്റ വാക്കിൽ യേശുദാസ് പറഞ്ഞു, ജനയുഗത്തിന് വേണ്ടി വിളിച്ചാൽ ഞാൻ വരും, എവിടെ നിന്നായാലും ഞാൻ വരും. അങ്ങനെ അദ്ദേഹം അന്ന് വർഷങ്ങളോളം ജനയുഗത്തിന്റെ ഭാഗമായി ബാലയുഗ പത്രാധിപരായി കുട്ടികളുടെ മനസ്സിൽ സ്ഥാനം പിടിച്ച ആ ബാല പ്രസിദ്ധീകരണത്തെ ശക്തിപ്പെടുത്താനായി വിളിച്ച പങ്ക് ഈ കാർട്ടൂൺ ചിന്തകളുടെ ഗതിയിലും നിന്നുകൊണ്ട് എന്നെ പോലെ ഒരാൾ പറയേണ്ടതുണ്ട്. ഞാനത് പറയുന്നു. ഞാൻ യേശുദാസിന്റെ മറ്റൊരുപാട് കഴിവുകളൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്റെ ആ പതിഞ്ഞ സംഭാഷണ രീതി, വളരെ പതിഞ്ഞ, അങ്ങേയറ്റ സൗമ്യനായ, ആരോടും കാരുഷ്യം കാണിക്കാത്ത, ഒരു കാർട്ടൂണിസ്റ്റാക്കുന്ന ആഴമേറിയ നിരീക്ഷണ പാടവത്തിന്റെ എല്ലാ തരത്തിലുള്ള സൂക്ഷ്മതയും സ്വായത്തമാക്കിയ ആ രീതികളെ പറ്റിയെല്ലാം ഇരിക്കുന്ന പിള്ളേർക്കും അറിയാം. അതേപ്പറ്റി ഞാൻ ഒരുപാട് പറയേണ്ടതില്ല. എന്റെ വിശ്വാസം അതിനെപ്പറ്റി RS ബാബുവും ഉണ്ണിയൊക്കെ പറയുന്നത് തന്നെയാണ്. ഗിരിജയും പറഞ്ഞേക്കാം. എന്തായാലും അതിനകത്തൊരു ഒരു അതിനെപ്പറ്റി എന്താ പറയണം? യേശുദാസ് വേ ഓഫ് ഡൂയിങ് തിങ്സ് എന്ന് മാത്രം ഞാൻ പറയട്ടെ. യേശുദാസിന്റെ ടച്ച് ഉണ്ട് അതിനകത്ത്. അത് അദ്ദേഹത്തിന്റെ പ്രത്യേകതയായിരുന്നു. ആ പ്രത്യേകതയെ നമുക്കിപ്പോൾ ഓർക്കാം. യേശുദാസ് പിന്നെ മനോരമയുടെ സ്റ്റാഫ് കാർട്ടൂണിസ്റ്റായി. അത് വേറൊരു ലെവലാണ്. ഒരു ജീവിതമാർഗമായി പത്രപ്രവർത്തനത്തെ കാണുന്ന ഒരാൾക്ക് മനോരമയിലെ ജോലിയും ജോലിയുടെ ശമ്പളവും ഭദ്രതയും ഒക്കെ എന്താണെന്ന് ഞാൻ പറയേണ്ടതില്ല. അതുമായി ജനയുഗത്തിലെ ഒന്നിനും ഒരു താരതമ്യവുമില്ല. ജനയുഗത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ച ഞങ്ങൾക്ക് എല്ലാവർക്കും ഓർക്കാൻ കഴിയും. ജനയുഗത്തിന്റെ എന്നത്തെയും മുഖമുദ്ര, ഒന്ന് പ്രതിബദ്ധത, രണ്ട് ദാരിദ്ര്യം. പ്രതിബദ്ധതയും ദാരിദ്ര്യവും ഒരിക്കലും മാഞ്ഞു പോകാത്ത മുഖമുദ്രയായി കൊണ്ടു നടന്ന ഒരു പത്രമായി
ഞാൻ പറയും ജനയുഗം ഞങ്ങളുടെ എല്ലാ അഭിമാനമാണത്. ഞാൻ 2 ഘട്ടങ്ങളിലായിട്ട് ജനയുഗത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. 80കളിൽ ജനയുഗത്തിന്റെ സാധ്യതയായി ഞാൻ പ്രവർത്തിക്കുന്നു. പിന്നെ ഞാൻ 2012 മുതൽ എന്റെ മന്ത്രിപ്പണി കഴിഞ്ഞപ്പോൾ വീണ്ടും പത്രാധിപരായി പ്രവർത്തിച്ചു. ആദ്യത്തെ ഘട്ടത്തിൽ ചിലപ്പോൾ ഞാനായിരിക്കും ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യ പത്രാധിപർ. അന്ന് അത് 87 അതെ. പിന്നെ ഞാൻ പത്രാധിപരായപ്പോഴത്തേക്കും ഞാൻ പ്രായത്തിൽ പിന്നെ രാഷ്ട്രീയത്തിൽ എന്റെ പദവിയിലും സ്ഥാനത്തിലൊക്കെ ഞാൻ തീരെ താഴെയല്ല. ആ കാലത്തെല്ലാം യേശുദാസ് എങ്ങനെ പെരുമാറിയെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. ഒരു വാത്സല്യത്തിന്റെ സ്പർശം കൂടാതെ ഇന്നോളം അദ്ദേഹം പ്രവർത്തിച്ചിട്ട് പെരുമാറിയിട്ടില്ല. ഇന്നോളം അദ്ദേഹത്തിന്റെ കിട്ടുമ്പാവിനെ ജനീകത്തിന്റെ സ്വന്തമായി തന്നിട്ടാണ് അദ്ദേഹം പോയത് മനോരമയിലെ സ്റ്റാഫ് കാർട്ടൂണിസ്റ്റ് ആകാൻ. അദ്ദേഹത്തിന്റെ കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും ജനീകത്തിന്റെ ഭാഗമായി മാറാൻ തയ്യാറായി. ജനീകം ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പ്രവർത്തനം ആരംഭിച്ചപ്പോൾ അന്ന് കിട്ടുമ്പാവൻ ആരംഭിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശവുമായി ഞാൻ തന്നെയാണ് അദ്ദേഹത്തെ കാണാൻ പോയത്. ഞാനും അന്നത്തെ ജനീകത്തിന്റെ GM രാധാകൃഷ്ണനും കൂടി എറണാകുളത്തെ വീട്ടിൽ പോയി. നമ്മൾ വരുമൊന്നും വേണ്ട, നിങ്ങൾ പറഞ്ഞാൽ മതി എന്നാവും. പക്ഷെ ഞങ്ങളൊക്കെ കണ്ട് സംസാരിച്ച് അദ്ദേഹം സന്തോഷപൂർവ്വമാണ് അതെല്ലാം സമ്മതിച്ചത്. അങ്ങനെ ഞാനത് പറയണം, കാരണം ഇതൊരു രാഷ്ട്രീയ വേദിയല്ലെന്ന് എനിക്കറിയാം, ജനീകത്തിന്റെ വേദിയല്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഭാരത് ഭവന്റെ വേദിയിൽ നിന്നുകൊണ്ട് കാർട്ടൂണിസ്റ്റ് യേശുദാസിനെ പറ്റി ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ ഈ ജനീകം ബന്ധം തന്നെയായിരിക്കണം ഊന്നി പറയുന്നത് എന്നാണ് എന്റെ വിശ്വാസം. ഞാൻ ഏതെങ്കിലും കേവലമായ മര്യാദ കൊണ്ടോ പൊങ്ങച്ചു നിറഞ്ഞ ഒരു നിഷ്പക്ഷതയുടെ വേലങ്ങി കണിയാൻ വേണ്ടിയോ യേശുദാസ് ജനയുഗം കാമ്പശ്ശേരി ബന്ധങ്ങളെല്ലാം മറന്നുപോയാൽ അതൊരു കൃത്രിമമായിട്ടുള്ള മറവിയായിരിക്കും. ഞാനത് മറക്കുന്നില്ല എന്ന് ഓർക്കുന്നു. അവിടെ എനിക്കൊരു ഞാൻ പറയാൻ മാറ്റിവെച്ച കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അത് വേറൊന്നുമല്ല, യേശുദാസ് ഒരിക്കലും പാർട്ടിയുടെ ഒരു ഘടകത്തിലെ നേതാവോ ഒന്നും ആയിരുന്നില്ല. പാർട്ടി അംഗം പോലും ആയിരുന്നില്ല. ജനേകം അടിമുടി പാർട്ടിയാണ്. പാർട്ടിയുടെ നാവാണ് ജനേകം. CPIക്ക് വേണ്ടി രാഷ്ട്രീയം പറയാൻ, CPIക്ക് വേണ്ടി നിലപാട് പറയാൻ, CPIക്ക് വേണ്ടി ആർഗ്യുമെന്റ്സ് നിരത്താൻ, CPIക്ക് വേണ്ടി തർക്കിക്കാൻ, CPIക്ക് വേണ്ടി തർക്കത്തിൽ ഇടപെടാൻ, CPIക്ക് വേണ്ടി തർക്കത്തിന് മറുപടി പറയാൻ, അങ്ങനെ CPIക്ക് വേണ്ടിയുള്ള അത് നിഷ്പക്ഷ പത്രമല്ല. അവിടെ ഞാൻ പറയും, അങ്ങനെ പറയാൻ കഴിയുന്ന യോഗ്യതയുള്ളത് ജനേകവും ദേശാഭിമാനിയും വീക്ഷണവും ജന്മഭൂമിയും ചന്ദ്രികയും എല്ലാം അടക്കമുള്ള പാർട്ടി പത്രങ്ങൾ മാത്രമാണ്. ആ പത്രങ്ങൾ ആരും പറയുന്നില്ല നിഷ്പക്ഷമാണ്. മലയാളത്തിന്റെ പത്രലോകത്തിലെ അത്ഭുതമാണത്. എല്ലാവർക്കും പക്ഷമുണ്ട് ഇവിടെ. മനോരമയ്ക്ക് പക്ഷമില്ലേ? പക്ഷം മാതൃഭൂമിക്കില്ലേ? കേരളകൗമുദിക്കില്ലേ? ദീപികയ്ക്കില്ലേ? മാധ്യമത്തിനില്ലേ? എല്ലാ പത്രങ്ങൾക്കും പക്ഷമുണ്ട്. പക്ഷേ മറ്റു പല പത്രങ്ങളും പറയുന്നത് ഞങ്ങൾ നിഷ്പക്ഷമാണ്, പക്ഷമില്ല. ഞങ്ങൾ വർത്തമാന പത്രത്തിന്റെ എല്ലാ നിഷ്പക്ഷതയും ഇവർക്ക് പിടിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ പേര് പറഞ്ഞ പാർട്ടി മുഖപത്രങ്ങൾ മാത്രമാണ് പക്ഷമുണ്ട് എന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ എന്തെല്ലാം പരിമിതിയും കുറവുണ്ടെങ്കിൽ, പ്രശ്നമുണ്ടെങ്കിൽ പക്ഷമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷം പറയുന്ന പത്രങ്ങളെ മാനിക്കാൻ കേരളം പഠിക്കണമെന്നാണ് വിശ്വാസം. അല്ല പക്ഷമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷം പ്രചരിപ്പിക്കുന്ന ആ ശൈലിയെക്കാളും അന്തസ്സുള്ള ശൈലി എന്റെ അഭിപ്രായത്തിൽ പക്ഷമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ പക്ഷം പറയുകയായിരിക്കും. പക്ഷമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷം പറയുന്നവർക്ക് സ്വന്തം ന്യായങ്ങൾ തീർച്ചയായിട്ടും കാണും. ആ ന്യായങ്ങളിൽ ഒന്നും ഞാൻ തള്ളിപ്പറയുകയല്ല, അത് അവരുടെ ന്യായങ്ങളാണ്. പക്ഷെ അതേപ്പറ്റിയുള്ള
പക്ഷമുള്ള ഒരു പത്രത്തിന്റെ ഭാഗമായി സ്വയം കാണുന്ന ഒരാൾ, ഞാനിപ്പോ അതിന്റെ ആരുമല്ലെങ്കിൽ പോലും എന്റെ ചിന്തയുടെ, ബോധത്തിന്റെ, സംസ്കാരത്തിന്റെ, പ്രവർത്തനത്തിന്റെ എല്ലാം ഭാഗമായി പക്ഷമുള്ള ജനകീയ പത്രത്തിന്റെ ഭാഗമായി സ്വയം കാണുന്ന ഒരാളായതുകൊണ്ട് ഞാൻ ആ കാര്യം ഇവിടെ പറയുന്നു എന്ന് മാത്രം. ആ പത്രത്തിലാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. അതായിരുന്നു യേശുദാസിന്റെ പരിശീലന കളരി. യേശുദാസ് ആക്കി മാറ്റിയത് ആ പത്രമാണ്. ആ പത്രത്തിന്റെ ഈ പറയുന്ന പക്ഷവും നിലപാടും അതിന്റെ എല്ലാം അറിയാം യേശുദാസിന്. അതിന്റെ തണുപ്പും ചൂടും രാവും പകലും ഇല്ലയവുകളും സന്തോഷവും സങ്കടവും എല്ലാം അറിയാം യേശുദാസിന്. പക്ഷേ യേശുദാസ് ഒരിക്കലും ഒരു പാർട്ടി അംഗം എന്ന രീതിയിൽ അല്ല പ്രവർത്തിച്ചത്. എന്റെ ചോദ്യം ഇതാണ്: പാർട്ടി അംഗമല്ലാത്ത ഒരാൾക്ക് പാർട്ടി പത്രത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുമ്പോൾ കാണിക്കാൻ കഴിയുന്ന കൂറിന്റെ, ആത്മാർത്ഥതയുടെ, അകൽഭ്യത്തിന്റെ അതിരി അതാണ്. അനുഭവത്തിൽ ഞാൻ പറയാം, അതിരില്ല. യേശുദാസാണ് അളവുപോലെങ്കിൽ ഞാൻ പറയും അതിരില്ല. ഒരു പാർട്ടി അംഗമോ നേതാവോ കാണിച്ച അതേ കൂറോടുകൂടി, ആത്മാർത്ഥതയോടുകൂടി അംഗമല്ലാത്ത യേശുദാസ് പാർട്ടി പത്രത്തിന്റെ എല്ലാത്തിനെയും അതിന്റെ സ്വന്തമായി കണ്ടുകൊണ്ട് അതിന്റെ സന്തോഷങ്ങളും സങ്കടങ്ങളും കൊണ്ടുവന്നാണ് എന്റെ അനുഭവം. ഇതാണ് എനിക്ക് പറയാൻ തോന്നിയത്. മറ്റൊന്നുകൊണ്ടുമല്ല, ഈ പാർട്ടി അംഗമല്ലാത്ത ഒരാളെ പറ്റി നമ്മൾ അടുത്ത കാലത്ത് ചർച്ച കുറെ പറയുന്നുണ്ട്. ഒരാളെ പറ്റിയല്ല, പാർട്ടി അംഗമല്ലാത്തവരുടെ ഒരു പദവിയെപ്പറ്റി, സ്ഥാനത്തെപ്പറ്റി, അവർക്ക് ഉണ്ടാകാവുന്ന സന്തോഷങ്ങളെപ്പറ്റി, സങ്കടങ്ങളെപ്പറ്റി, പ്രതീക്ഷകളെപ്പറ്റി, നിരാശകളെപ്പറ്റി എല്ലാം കേരളം പറയുമ്പോൾ ഞാൻ എപ്പോഴും ഓർക്കുന്നത്, ഇത്തരം ആൾക്കാരുണ്ട്. അവര് പാർട്ടി അംഗമല്ലാത്തതിന്റെ പേരിൽ ഒന്നും പ്രത്യേകിച്ച് ആഗ്രഹിച്ചവരല്ല. പാർട്ടി അംഗം അല്ലാത്തതിന്റെ പേരിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടവരുമല്ല. അവരുടെ ആത്മാർത്ഥതയുടെയും ഹൃദയത്തിന്റെയും ഭാഗമായി പ്രസ്ഥാനത്തെയും പാർട്ടിയെയും സ്വീകരിച്ചവരാണ്. അത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, പ്രസ്ഥാനത്തിന്റെ സമീപനത്തിന്റെ ഒരു കാര്യവും, രണ്ട്, ആ വ്യക്തികളുടെ ഹൃദയത്തിന്റെ ശുദ്ധിയും വലുപ്പവും. ഞാനതിന്റെ രണ്ടാം ഭാഗത്തിന് ഉത്തരം കൊടുക്കും. ആ ഹൃദയത്തിന്റെ വിശുദ്ധിയും വലുപ്പവും, അതാണ് യേശുദാസിന്റെ പ്രത്യേകത ഞാൻ എടുത്തു പറയും. അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും എല്ലാം അടങ്ങുന്ന ആ കുടുംബത്തിനുമെല്ലാം ആ ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകതയെ ഞാൻ ദൂരെ നിന്ന് കണ്ടുകൊണ്ട് ആദരിക്കേണ്ടവനാണ്. അവരോട് ഞാൻ വീണ്ടും പറയുന്നു, കേരളം യേശുദാസിനെ മറക്കില്ല. കാർട്ടൂൺ ലോകം അദ്ദേഹത്തെ മറക്കില്ല. ജനീക അദ്ദേഹത്തെ ഒരിക്കലും മറക്കില്ല. ഇതെനിക്ക് പറയാനുള്ളൂ. എന്തായാലും ഭാരത് ഭവൻ എടുക്കുന്ന ഈ മുൻകൈ വളരെ വളരെ ശ്ലാഘനീയമാണ്. അതിനുവേണ്ടി ശ്രമിച്ച പ്രമോദനെയും സഹപ്രവർത്തകരെയും എല്ലാം ഞാനൊരു വ്യക്തിബന്ധുവിന്റെ വികാരത്തോടു കൂടി ചേർത്ത് പിടിക്കുന്നു. അവരെല്ലാവരെയും ചേർത്ത് പിടിക്കുന്നു. എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. ഇന്ന് കാർട്ടൂണിസ്റ്റുകൾക്ക് പ്രത്യേകിച്ച് ഇന്ത്യയിൽ വെല്ലുവിളി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ്. ഇന്ന് വെല്ലുവിളി യഥാർത്ഥത്തിൽ നേരിടുന്നത് നമ്മുടെ പത്രമാസികൾ, മറ്റ് പ്രസിദ്ധീകരണങ്ങളൊക്കെ വായിക്കുന്ന വായനക്കാർ തന്നെ. നമ്മളൊരു വ്യക്തിയെ വരയ്ക്കുമ്പോൾ, അതല്ലെങ്കിൽ നമ്മളൊരു കാർട്ടൂൺ പൂർണ്ണമായിട്ട് തീർക്കുമ്പോൾ ഇല്ല, നമ്മൾ വായനക്കാരുടെ മാന്യത പുലർത്തുന്നില്ല എന്നുള്ളതാണ് സത്യം. ഒരു കാർട്ടൂണിസ്റ്റ് എല്ലാ ഡീറ്റെയിൽസും അറിഞ്ഞിരിക്കുന്നു. അത് മുഖം കൊണ്ട് മാത്രമല്ല,
എല്ലാ പത്രങ്ങൾക്കും ഓരോ പോളിസി. അപ്പോൾ ആ പോളിസി അനുസരിച്ച് കാർട്ടൂണിസ്റ്റുകൾ വരച്ചേ ഉള്ളൂ. പെണ്ണിൻ്റെ കണ്ണ് കണ്ടാൽ കണ്ണാടി മിന്നൽ പോലെ, പെണ്ണിൻ്റെ നെറ്റി കണ്ടാൽ വില്ല് കൂലച്ച പോലെ. कौन लड़का है जो मेरी जगह ले सकता है, मगर इतना जरूर कह सकता हूँ कि दुनिया के अंदर कोई ऐसी चीज मुश्किल नहीं कि जो आदमी हासिल ना कर सके. कुछ नौजवान ऐसे हैं जो आगे आ रहे हैं, अगर मेहनत करेंगे तो मैं समझता हूँ 4 या 5 साल के अंदर वो ये जगह ले सकते हैं. കിലുക്കും ചെപ്പുകൾ ഞങ്ങൾ പാടാമോ? കേക്കട്ടെ. കിലുക്കും ചെപ്പുകൾ ഞങ്ങൾ. ദർശന സ്പർശന പ്രശ്നം, ദർശനം സ്പർശനം പ്രശ്നം ചോദിച്ച് മനസ്സിലാക്കണം. അത് എന്തൊക്കെ, എവിടെ വേദന, എങ്ങനെ വേദന, അത് അവിടെ എങ്ങനെയുണ്ടോ ഇങ്ങനെയുണ്ടോ. ഈ 100 ചോദിച്ചാലേ നമുക്ക് നേരാവണ്ണം നമുക്ക് ആ മരുന്ന് എന്താണ് വേണ്ടതെന്നുള്ളത് പറയാൻ സാധിക്കും. ഒരു റിവേഴ്സിബിൾ റിസ്ക് ഫാക്ടർ. റിവേഴ്സിബിൾ റിസ്ക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഈ ലൈഫ് സ്റ്റൈലിലുള്ള മാറ്റങ്ങളാണ്. മനുഷ്യ മനസ്സിൻ്റെ വിഭിന്ന രൂപങ്ങളും ഭാവങ്ങളും ഒന്ന്. 2, ഓരോ കാലത്ത് ഈശ്വര സങ്കല്പം സൃഷ്ടിച്ചിട്ടുള്ള ഭാവനാവിലാസങ്ങൾ. ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, ശ്രീപരമേശ്വരൻ, സൃഷ്ടി, സ്ഥിതി, സംഹാരം. ഹൃദ്യമായ വാക്കുകൾ, കാച്ചിക്കുറുക്കിയ ഓർമ്മകൾ. യേശുദാസൻ എന്ന സർഗധനായ വ്യക്തിത്വത്തെക്കുറിച്ച് ബിനോയ് വിശ്വം എന്ന മനുഷ്യൻ പറയുമ്പോൾ അത് സർഗാത്മക കേരളത്തിൽ ഒരു പ്രതിഭാശാലിയെ എങ്ങനെയാണ് നമ്മൾ ഓർത്തെടുക്കേണ്ടത് എന്നുള്ളതിൻ്റെ മാതൃക കൂടി ആവുകയാണ്. ഇനി ഈ ഓർമ്മ കൂട്ടായ്മയിൽ ഒപ്പം ചേരുന്നത് ശ്രീമതി ഗിരിജ സേതുനാഥ്. ഗിരിജ ടീച്ചർ ഈ നോവലിസ്റ്റ്, ചെറുകഥാകൃത്ത്, സാമൂഹ്യ പ്രവർത്തക എന്നുള്ള രീതിയിലേക്ക് ഒക്കെ നിൽക്കുമ്പോൾ തന്നെ സർഗ വ്യക്തിത്വങ്ങളെ കണ്ടറിയുകയും പഠിച്ചറിയുകയും അവർക്ക് വേണ്ട രീതിയിലുള്ള ആദരവ് നൽകുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് തന്നെ യേശുദാസൻ സാറിനെ അദ്ദേഹത്തോടുള്ള ഒരു ആദരവ് കൊണ്ട് യേശുദാസൻ സാറുമായിട്ടുള്ള ഒരു അടുപ്പവും അതുപോലെ തന്നെ അദ്ദേഹവുമായിട്ടുള്ള അനുഭവവുമൊക്കെ ഗിരിജ സേതുനാഥിനുണ്ട്. ഗിരിജ സേതുനാഥ് യേശുദാസൻ സാറിനെ അനുസ്മരിക്കും. ഏറെ ആദരവോട് കൂടിയിട്ട് ഈ ചിരസ്മരണയിലേക്ക് സ്മൃതി ഭാഷണം നടത്തുവാൻ പ്രിയപ്പെട്ട ഗിരിജ സേതുനാഥ് ടീച്ചറെ ക്ഷണിക്കുന്നു. ഹലോ, കേൾക്കാമോ? എല്ലാവർക്കും എൻ്റെ നമസ്കാരം. പ്രത്യേകിച്ച് പ്രമോദ് പയ്യന്നൂര് ഇങ്ങനെയുള്ള സർഗവാസനകളെയൊക്കെ ആദരിക്കുമ്പോൾ അതിലൂടെ എന്നെയും ഓർക്കുന്നു എന്നുള്ളത് എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഞാൻ പ്രമോദ് വിളിക്കുമ്പോൾ പലപ്പോഴും എനിക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ടെങ്കിലും അതൊക്കെ തരണം ചെയ്തിട്ട് ഞാൻ അതിൽ ഉൾച്ചേരാൻ ആഗ്രഹിക്കാറുണ്ട്. ഇപ്പൊ മഴമിഴി 1ാം ഘട്ടത്തിന്റെ ചിരസ്മരണയാണ് ഇന്നിവിടെ നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ എൻ്റെ ഒരു എളിയ സ്മരണയാണെന്ന് യാത്ര ചെയ്യിക്കുന്നത് ഞാൻ. ശ്രീ ബിനോയ് വിശ്വം സാറിന്റെ സ്മരണകളും അദ്ദേഹത്തിന്റെ വാക്കുകളും ഞാൻ വളരെയധികം ആദരവോടുകൂടി കേട്ടുകൊണ്ടിരുന്നു. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് പലതും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞത് കൊണ്ട് എനിക്ക് പറയാൻ ഇനി എന്തുണ്ട് എന്നാണ് എൻ്റെ ചോദ്യം. എങ്കിലും യേശുദാസ് സാറിന് പറയുമ്പോൾ ഞങ്ങൾ തമ്മിൽ എന്തോ ഒരു വല്ലാത്തൊരു അടുപ്പുണ്ടായിരുന്നു. പ്രായം അവിടെ ഒരു ഘടകമേ ആയിരുന്നില്ല. പല മീറ്റിങ്ങുകളിലും ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. പല അവാർഡ് കമ്മിറ്റികളിലും ജൂറി മെമ്പറായിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടായിരുന്നു.
അതിനുശേഷം ഞങ്ങൾ ആ ബന്ധം വളരെയധികം മുന്നോട്ട് കൊണ്ടുപോകുന്നു. മാസത്തിൽ ഒരിക്കലെങ്കിലും ഞാൻ സാറിനെ വിളിക്കുകയും ഇല്ലെങ്കിൽ സാർ എന്നെ വിളിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം. ഇവിടെ അദ്ദേഹത്തിന്റെ വരകളെ എനിക്ക് വല്ലാത്ത ഒരു അടുപ്പം തോന്നിയിരുന്നു. അതിന് പ്രത്യേകിച്ചൊരു കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ നന്നായിട്ട് വരയ്ക്കുമായിരുന്നു. അച്ഛന് ജവഹർലാൽ നെഹ്റുവിന്റെ പാരിതോഷികമായിട്ട് നല്ല അദ്ദേഹത്തിന്റെ ജീവചരിത്രം എൻ്റെ അച്ഛൻ അയച്ചു കൊടുത്തിട്ടുണ്ട്, അച്ഛന്റെ വര കണ്ടിട്ട്. അപ്പൊ ഈ വരകളോടുള്ള ഒരു അടുപ്പം കൊണ്ടാണ് ഞാനും യേശുദാസ് സാറിനെ അങ്ങേറ്റം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ആദരവോടുകൂടി സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ആ ആദരവൊക്കെ അങ്ങനെ നിലനിൽക്കുമ്പോൾ തന്നെ ഞാൻ സാറിനോട് ഒരിക്കൽ പറഞ്ഞു, സാറിന്റെ കാർട്ടൂണുകൾ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്, സാർ എന്നോടൊരു എന്റെ ഒന്ന് വരച്ചു തരാമോ എന്ന് ഞാൻ ചോദിച്ചപ്പം അതിനെന്താ, നിന്റെത് ഞാൻ വരയ്ക്കുമല്ലോ. വളരെ സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് അദ്ദേഹം നീയെന്നും ഇടിയെന്നും ഒക്കെ എന്നെ വിളിക്കുന്നത്. എനിക്കത് ഇഷ്ടവുമായിരുന്നു. അപ്പൊ ഞാൻ ശരിയെന്ന് പറഞ്ഞു. പിന്നെ സാർ അതങ്ങ് മറന്നു എന്നാണ് തോന്നുന്നത്. പിന്നീട് ഒരിക്കൽ ഒരു വർഷങ്ങൾ കഴിഞ്ഞ് ഞാൻ കണ്ടപ്പോ ഞാൻ സാർ ഇതുവരെ എന്നോടൊരു വാക്ക് പറഞ്ഞ് പാലിച്ചിട്ടില്ല കേട്ടോ, അതിനെന്താ ഞാൻ ഇപ്പൊ തന്നെ വരയ്ക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് വരച്ചു. സാധാരണ കാർട്ടൂണുകൾ വരയ്ക്കുമ്പോൾ നമ്മുടെ ഭാവനയില് നമ്മൾ കണ്ടിട്ടുള്ളത് ഒന്നുകിൽ ചെവി വലുത്, നെറ്റി വലുത്, അതിന് പ്രൊപ്പോർഷനായിട്ട് ആയിരിക്കും ഒക്കെ ഈ കാർട്ടൂണുകളിൽ. അത് തന്നെയാണ് കാർട്ടൂൺ എന്ന് പറയുന്നതിന്റെ ഒരു അച്ചടക്ക മനോഭാവം. അദ്ദേഹം വരച്ചു കാണിച്ചപ്പോ എന്റെ മൂക്ക് മാത്രം എന്റെ നീളം, ബാക്കിയൊക്കെ അതുപോലെ തന്നെ ഇരിക്കണം. അപ്പൊ ഞാൻ ചോദിച്ചു, സാറെന്താ ഇങ്ങനെ വരച്ചെന്ന്? എന്റെ മൂക്കിന് മാത്രമേ ഉള്ളൂ, അതൊരു അഭംഗിയാണ്. അപ്പൊ എന്നോടൊന്നില്ല, നിന്നെ കണ്ടിട്ട് എനിക്ക് നിന്നെ ഇങ്ങനെ ഒരു വിരൂപിയാക്കി വരയ്ക്കാൻ പറ്റണില്ല കുട്ടി, അതുകൊണ്ടാണ്. അപ്പൊ ഞാൻ ചിരിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു വാത്സല്യം, സ്നേഹം, എന്നോടുള്ള ഒരു കുട്ടികളോട് കാണിക്കുന്ന ഒരു ഇഷ്ടം ഒക്കെ എനിക്ക് വല്ലാത്ത ഒരു എന്താ പറയുക, മൂത്ത ജ്യേഷ്ഠനോട് തോന്നുന്ന ഒരു ബഹുമാനവും സ്നേഹവും ഒക്കെ തോന്നിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ജനനം എന്ന് പറയുന്ന ഒരു ജൂൺ മാസമാണ്. അപ്പൊ എന്റെയും ജൂൺ മാസമാണ് ജനനം. പക്ഷെ അദ്ദേഹം 1938 12 തീയതി ഉള്ള ഒരു ജനനവും എന്റേത്, ഞാനിപ്പോ വർഷം പറയുന്നില്ല, എന്റെ വയസ്സൊക്കെ നിങ്ങൾ കണ്ടുപിടിക്കുക, അതുകൊണ്ട് ഞാൻ പറയണില്ല കേട്ടോ. അപ്പം അങ്ങനെയായിരുന്നു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ശരിക്കും ഒരു എഞ്ചിനീയർ ആവേണ്ടിയതായിരുന്നു കുട്ടി. അപ്പൊ ഞാൻ ചോദിച്ചു, പിന്നെന്താ ഇദ്ദേഹം ഇങ്ങനെ ആയത്? അപ്പൊ പറഞ്ഞു, ഞാന് BSc കഴിഞ്ഞിട്ട് എഞ്ചിനീയറിങ്ങിന് TKM കോളേജിൽ കൊല്ലത്ത് പഠിക്കാൻ പോയപ്പോ എനിക്ക് അവിടെ അഡ്മിഷൻ കിട്ടിയില്ല. അഡ്മിഷൻ കിട്ടാണ്ട് ഞാൻ വളരെ നിരാശനായി തിരിച്ച് വീട്ടിലേക്ക്, മാവേലിക്കര മറ്റാണ് അദ്ദേഹത്തിന്റെ കുടുംബം. അവിടെ പോകാനായിട്ട് ബസ് കയറിയപ്പോൾ അദ്ദേഹം ജനയുഗം പത്രം ഓഫീസ് ബസ്സിലിരുന്ന് കാണാനിടയായി. അത് കണ്ടിട്ട് അദ്ദേഹം ഉടനെ തന്നെ അന്ന് ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് മണിയടിക്കുന്ന ഒരു ബെല്ലടിക്കണമല്ലോ നിർത്താനായിട്ട്. അദ്ദേഹം ചാടി കയറി, കണ്ടക്ടറാണ് അത് ആ ഒരു ജോലി നിർവഹിക്കേണ്ടത്. പക്ഷെ അദ്ദേഹം തന്നെ ചാടി എഴുന്നേറ്റ് ബെല്ല് നിർത്തിയിട്ട് എനിക്ക് ഇറങ്ങണം എന്ന് പറയായിരുന്നു. അങ്ങനെ അദ്ദേഹം ഇറങ്ങിയിട്ട് നേരെ ജനീക ഓഫീസിലേക്ക് നടക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു കേട്ട കഥയും പിന്നെ ഞാൻ വായിച്ചറിഞ്ഞതും കൂടിയാണ്. എന്നിട്ട് ഈ അദ്ദേഹത്തിന്റെ കയ്യിൽ എപ്പോഴും കരുതിയിരിക്കുന്ന കാർട്ടൂണുകളുണ്ട്. ആ കാർട്ടൂണുമായിട്ട് നേരെ ജനകം പത്രം ഓഫീസിലേക്ക് കയറിപ്പോവുകയും അവിടെ അപ്പൊ നേരത്തെ ബിനോയ് വിശ്വം സാറ് പറയുന്നത് പോലെ കാമ്പിശ്ശേരി എന്ന് പറയുന്ന ആ മഹാമനുഷ്യനെ ഓർമ്മിക്കാതെ എനിക്കും ഇത് പറയാൻ പറ്റില്ല. അങ്ങനെ ശ്രീ കാമ്പിശ്ശേരി സാറും പിന്നെ സൂക്ഷിച്ചിരുന്ന ഗോപിനാഥൻ നായർ സാറും പ്രകാശ് എന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ അതിവിടെ പേരെഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അവരുടെ കാഴ്ചയിലും ഈ കാർട്ടൂണുകൾ കണ്ടപ്പോഴുള്ള പിന്നീടുള്ള ചിന്തയിലും നമ്മുടെ ഈ ജനയുഗത്തില് ഇദ്ദേഹത്തിന് ഉപകാരപ്രദമാകും, ഇദ്ദേഹത്തിനെ നമ്മൾക്ക് ഉപകാരപ്രദമാക്കാം എന്നുള്ള ഒരു
ആത്മവിശ്വാസം അവർക്കുണ്ടാകുകയും അദ്ദേഹത്തിന് അവിടെ ജോലി കൊടുക്കുകയും ചെയ്തു എന്നാണ് അദ്ദേഹം. പക്ഷെ അതിനു മുമ്പേ അശോക് എന്നൊരു ആക്ഷേപ മാസികയിൽ അദ്ദേഹം ഒരു കാർട്ടൂൺ വരച്ചിരുന്നു. അത് എനിക്ക് ഓർമ്മയാണെങ്കിൽ 1955 ജോൺ ഡള്ളാസ് എന്ന അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയെ പറ്റി ഒരു ആറ്റം ബോംബിനൊപ്പം നൃത്തം ചെയ്യുന്ന ഒരു കാർട്ടൂണാണ് അദ്ദേഹത്തിന് വരച്ചത്. അത് വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാർട്ടൂണായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ എന്നിട്ട് പക്ഷെ ജനയുഗത്തിൽ അദ്ദേഹം യേശുദാസ് എന്നുള്ള പേരിലായിരുന്നില്ല അന്ന് കാർട്ടൂൺ വരച്ചിരുന്നത്. ചന്തു എന്ന ഒരു അപരനാമധേയത്തിലാണ് പങ്ക്തി തുടങ്ങിയത്. പിന്നെയാണ് അദ്ദേഹം കിട്ടുമാവൻ എന്ന ഇത് പോക്കറ്റ് കാർട്ടൂണും വരച്ചതും ജനീയം പത്രത്തിന്റെ ഇടം പിടിച്ചതുമൊക്കെ. പിന്നീട് അങ്ങോട്ട് അദ്ദേഹം ജനീയം പത്രത്തിന്റെ തുടർച്ചയായ കാർട്ടൂൺ വരയ്ക്കാൻ തുടങ്ങി. പിന്നെ അദ്ദേഹം പോയത്, എനിക്ക് ഈ വിവരങ്ങൾ തന്ന അദ്ദേഹത്തിന്റെ മകൻ ആണ്. 3 മക്കളാണ് അദ്ദേഹത്തിനുള്ളത്. സാനു, സേതു, അങ്ങനെ 3 എല്ലാം എസ് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. അവിടെ നിന്നാണ് അദ്ദേഹം കാൺപൂർ MSc അഡ്മിഷൻ കിട്ടി പഠിക്കാൻ പോയത്. കാൺപൂരിൽ നിന്നും അദ്ദേഹം അവധിക്ക് നാട്ടിൽ വന്നിട്ട് അദ്ദേഹം പിന്നെ പോയിട്ടില്ല. പോയത് പിന്നെ ജനയുഗത്തിലേക്ക് തന്നെയാണ് തിരിച്ച് അദ്ദേഹം പോകാണ്ടത്. പിന്നെ ജനയുഗത്തിന്റെ സ്ഥിരം കാർട്ടൂണിസ്റ്റ് ആയിട്ട് പോവാണ്. അത് ചരിത്രത്തിൽ ആദ്യമാണ് അദ്ദേഹത്തിന് അവിടെ ഒരു സ്റ്റാഫ് കാർട്ടൂണായിട്ട് മാറിയിരിക്കുന്നത്. ആ പേര് കണ്ടിക്കാന് മറ്റാർക്കും സാധിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ചെറിയ അറിവ്. അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം OB വിജയൻ സാറിന്റെ അവിടുത്തെ മാറ്റത്തിന് ശേഷം ശങ്കേഴ്സ് വീക്കിലിയിലോട്ട് എത്തിയതും പിന്നെ അവിടെ നിന്നപ്പോഴാണ് എൻ്റെ അറിവാണ്. പക്ഷെ നേരത്തെ ബിനോയ് വിശ്വൻ സാറ് പറഞ്ഞത് MN എന്ന് ആരോ കൊണ്ടുവന്നത് ക്ലിയർ ആയിട്ട് കേട്ടില്ല ആ ഭാഗം. പക്ഷെ അച്യുതമേനോൻ സാറ് ആന്റെ പ്രകാരമാണ് കൊല്ലത്ത് ജനയുഗത്തിലേക്ക് വീണ്ടും എത്തിയതെന്നാണ് എനിക്ക് കിട്ടിയ അറിവ്. അതിനൊരു ഉദ്ദേശശുദ്ധി ഉണ്ടായിരുന്നു. അന്ന് ബാലരമ എന്ന് പറഞ്ഞിട്ട് മനോരമക്കാര് ഒരു കുട്ടികളുടെ വീക്കില് വീക്കിലല്ല മാസിക തുടങ്ങാനുള്ള എല്ലാ ചേരുവകളും ചേർത്ത് ഏകദേശം തുടങ്ങിയില്ല എന്നുള്ള ആ സമയത്താണ് അച്യുതമേനോൻ സാറാണ് അദ്ദേഹത്തിന് ബാലയുഗം തുടങ്ങിയാൽ എന്താണ് എന്ന് തോന്നി അദ്ദേഹത്തിന് ഡൽഹിയിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നതെന്നാണ് എൻ്റെ ഒരു ചെറിയ അറിവ്. എനിക്കത് ശരിയാണോ എന്നറിയില്ല. ഇപ്പം ബിനോയ് സാറ് പറയുമ്പോൾ എനിക്ക് വേറൊരു പേര് കേട്ടതുപോലെ തോന്നിയത് കൊണ്ട് എനിക്കറിയാവുന്നതാണ്. തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കുക. അപ്പൊ അതിന്റെ എഡിറ്റർ ആയിരുന്നു ശ്രീ യേശുദാസ് സാറ്. അത് ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ തളിരെന്ന് പറഞ്ഞിട്ടൊരു കുട്ടികളുടെ മാസിക ഉണ്ടായിരുന്നു നമ്മുടെ ഇവിടെ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ ഇറക്കുന്ന. അപ്പോൾ എൻ്റെ നോവല് ബാലസാഹിത്യം അവിടെ വന്നു, മൂക്കൂത്തി എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു നോവൽ, അത് പിന്നീട് സിനിമയായി. അത് അവിടെ ഇരിക്കുമ്പോൾ ഞാനും സാറും നിഷാദ് സാർ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാറ് എന്നോട് ഈ കാര്യം പറഞ്ഞു, ഞാൻ ഇതുപോലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒന്ന് തുടങ്ങി വെച്ചു. അതിന്റെ ഉപയോഗങ്ങളും ഉപകാരങ്ങളും കുഞ്ഞു മനസ്സുകൾക്ക് അവരുടെ മനസ്സുകളിലേക്ക് ചെറിയ ചെറിയ വിത്തുകൾ എറിഞ്ഞു കൊടുക്കുക, അവരെ കൊണ്ട് വായിപ്പിക്കുക, പഠിപ്പിക്കുക. അപ്പം ഒരു കുട്ടിയുടെ മനസ്സ് പോലെ അദ്ദേഹത്തിന്റെ മനസ്സ് എപ്പോഴും ഉണ്ടായിരുന്നു. സാറ് പറയും പോലെ ഒരു പുഞ്ചിരി, ഒരു കളി, ഒരു എല്ലാരോടും സ്നേഹം സമ്മാനിക്കുന്ന ഒരു മാനസിക നിലവാരം അദ്ദേഹം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളോടും ഒരു പ്രത്യേക ഇഷ്ടമുണ്ടായിരുന്നു. വരയിലായാലും അതുപോലെയൊക്കെ തന്നെയാണ്. ഈ കുട്ടികളോടെന്ന് പറയുമ്പം അടുത്ത് നമ്മൾ ചിന്തിക്കുന്ന വേറെ എന്തെങ്കിലും ആയിരിക്കും. പക്ഷെ അദ്ദേഹം സിനിമാ ലോകത്തും ഒരുപാട് സംഭാവനകൾ ചെയ്തിട്ടുള്ള ആളാണ് അദ്ദേഹം. സിനിമയെ പറ്റി ലേഖനങ്ങളും ചിത്രങ്ങളും ഒക്കെ ആയിരുന്നു.
ഒരു സിനിമാ ലോകത്ത് കാത്തിരുന്ന ഒരു അതുല്യ നടനെ പറ്റി അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം കട്ട് 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 എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ മാസിക തുടങ്ങിയിരുന്നു. ആ കാലഘട്ടത്തില് എനിക്ക് തൊണ്ട വയ്യാണ്ട് ചുണ്ടും പറ്റുന്നെങ്കിൽ ഞാൻ അതാണ് തട്ടി പറയണത്, ക്ഷമിക്കുക. അപ്പം ഈ കട്ട് കട്ട് മാസിക നമ്മുടെ പിന്നെ എല്ലാവരുടെയും പിന്നെ എന്തോ ഇഷ്ടതാരമായ ബഹുമാന്യനായ ശ്രീ മമ്മൂട്ടി സാറിന് വളരെയധികം ഉപകരിച്ചു എന്ന ഒരു കേൾവിയുണ്ട്. സത്യവുമാണത്. അദ്ദേഹത്തിന്റെ ശ്രീ MT വാസുദേവൻ നായർ സാറ് തിരക്കഥ എഴുതിയ ദേവലോകം എന്ന് പറഞ്ഞിട്ട് ഒരു പിന്നെ അദ്ദേഹം ആരുടെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. എനിക്ക് തോന്നുന്നു അത് അദ്ദേഹത്തിന്റെ തിരക്കഥയില് ഇദ്ദേഹം അഭിനയിക്കുന്നു. മമ്മൂട്ടി സാർ അഭിനയിക്കുന്ന സമയത്ത് കുറച്ച് അഭിനയം കഴിഞ്ഞതിന് ശേഷം എഡിറ്റിംഗ് നടന്നു. ശബ്ദം കൊടുത്തപ്പോഴത്തേക്ക് അവര് പറഞ്ഞു, ഈ ശബ്ദം ശരിയല്ല, ഇത് മാറ്റണം. അങ്ങനെ ഒരു പ്രശ്നമായി ആ സിനിമ നിൽക്കുന്നു. അത് നിന്നു എന്ന് തോന്നിയ സമയത്ത് മമ്മൂട്ടി സാറിന് വല്ലാത്ത ഒരു നിരാശ തോന്നി. അപ്പൊ അദ്ദേഹത്തിന്റെ 2 സുഹൃത്തുക്കളോട് ഈ വിവരങ്ങൾ പറഞ്ഞു. ഈ സുഹൃത്തുക്കൾ രണ്ടും ശ്രീ യേശുദാസ് സാറിന്റെ വീട്ടിന് അടുത്താണ് താമസിക്കുന്നത്. അപ്പൊ അവര് പറഞ്ഞു, വരൂ നമുക്ക് യേശുദാസ് സാറിനെ ഒന്ന് കാണാം. അങ്ങനെ മമ്മൂട്ടി സാറും മറ്റു 2 പേരും കൂടി ചേർന്ന് അദ്ദേഹത്തിനെ കാണാൻ പോയി. സങ്കടം ഉണർത്തിച്ചു എന്ന് എന്നെ വേണം പറയേണ്ടത്. പറഞ്ഞു കഴിഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, ശരി, ഞാന് എന്താണെന്ന് വെച്ചാല് ഒന്ന് നോക്കാം, വെയിറ്റ് ചെയ്യൂ എന്ന്. നെക്സ്റ്റ് ഇഷ്യൂ വന്നപ്പം മമ്മൂട്ടിയുടെ വലിയൊരു പോസ്റ്ററും നാളത്തെ നടനാകുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ ഒരു ലേഖനവും അദ്ദേഹത്തിന്റെ ചിത്രങ്ങളും ഇട്ട് കൊടുത്തു. പിന്നെ ആ സിനിമാ ലോകം കാത്തിരിക്കുന്ന അതുല്യ നടൻ എന്നാണ് അദ്ദേഹം ഹെഡ്ലൈൻ എഴുതിയിരുന്നത്. സിനിമാ ലോകം ഒന്നടങ്കം ഈ കട്ട് അതൊന്നേ ഉള്ളൂ സിനിമയെ പറ്റി ആദ്യമായിട്ട് തുടങ്ങുന്നത് കാണുന്നു. പിന്നെ ആ ഉന്നം ഫലിച്ചു. അദ്ദേഹം എഴുതിയതിന്റെ മാവേലൊക്കെ എറിയുന്ന പോലെ ഉന്നം പഴിച്ചാൽ മാങ്ങാവില്ല. പക്ഷെ ഇദ്ദേഹത്തിന്റെ ഉന്നം ഫലിച്ചു. അങ്ങനെ മമ്മൂട്ടിക്ക് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടേ വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. നന്ദി അദ്ദേഹത്തിന്. അദ്ദേഹം മരിക്കുവോളം ഉണ്ടായിരുന്നു. അതിനൊരു ഉദാഹരണമാണ് ജീവിത കഥ യേശുദാസ് സാറ് എഴുതി തീർന്നില്ല. സത്യത്തിൽ എഴുതി തീരുന്നതിന് മുമ്പ് മമ്മൂട്ടിയാണ് അദ്ദേഹത്തിന് അവതാരിക എഴുതാൻ തുടങ്ങിയതും കുറച്ച് വായിച്ചു കേൾപ്പിച്ചതും ഒക്കെ. അത് ഭാവിയിൽ ഒരു പക്ഷെ പിന്നെ നടന്നു കാണാൻ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നു, നടന്നു കണ്ടേക്കാം. പക്ഷെ പിന്നെ കുറച്ചു നാൾ കഴിഞ്ഞ് കട്ട് മാസിക നിലച്ചു. അതിനൊക്കെ കാരണം അറിയാമല്ലോ, പരസ്യം ലഭിക്കാതെ വരുന്നതും പിന്നെ അതിന് കൂടെ ചേർന്നവർ പിരിഞ്ഞു പോവുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയം. പിന്നെ മനോരമയിലേക്ക് കെ മാത്യു സാറ് അദ്ദേഹത്തിനെ ക്ഷണിക്കുകയും 2008 അവിടെ നിന്ന് അദ്ദേഹം രാജിവെക്കുകയായിരുന്നു. അവിടെ പൊന്നമ്മ മിസ്ട്രസ് കുഞ്ചുകുറുപ്പ്, എൻ്റെ ഒരു അറിവാണത്, അതിന് ശ്രീ പത്മൻ ചേട്ടൻ അടൂർ ഭാഷയുടെ ബ്രദർ അദ്ദേഹത്തുമായിട്ട് ചേർന്ന് ഒരുപാട് അവരുടെ കൂട്ടായ്മയിൽ ഒരുപാട് കാർട്ടൂണുകൾ പിറക്കുകയും അതിന് സബ്ടൈറ്റിൽ എഴുതിയിരുന്ന പപ്പൻ ചേട്ടനാണ് ശരിക്കും. അത് പക്ഷെ ആർക്കും അറിയില്ല. കെ പത്മനാഭൻ എന്ന് പറയുന്ന എന്റെ എഡിറ്ററായിരുന്നു പപ്പൻ ചേട്ടനാണ് ശരിക്കും കുഞ്ചുകുറുപ്പുവിന്റെ സബ്ടൈറ്റിൽ എഴുതിയിരുന്നത്. പക്ഷെ പുറമെ അത് ആർക്കും അറിയില്ല. എനിക്ക് ഇങ്ങനെ വിവരം അദ്ദേഹം പറഞ്ഞുള്ള വിവരമാണ്. പിന്നെ അങ്ങനെ അദ്ദേഹത്തിന്റെ വര തുടങ്ങിയതാണ് ശരിക്കും നമ്മൾ പറയാൻ വിട്ടുപോയൊരു കാര്യം. അദ്ദേഹത്തിന്റെ അമ്മ മറിയാമ്മ ബെഡ്ഷീറ്റില് ചിത്രങ്ങൾ വരയ്ക്കുമായിരുന്നു. ബെഡ്ഷീറ്റിൽ ചിത്രം വരയ്ക്കുമ്പോൾ ആ ബ്രഷും ആ പെയിന്റും എടുത്താണ് ഇദ്ദേഹം ആദ്യം ഷീറ്റിലോ അവിടെ കണ്ട കഴിഞ്ഞ പത്രങ്ങളിലൊക്കെ എഴുതാൻ തുടങ്ങിയത്, വരയ്ക്കാൻ തുടങ്ങിയതും
ആ വരയിലൂടെ അദ്ദേഹം മുന്നോട്ട് വരികയും പാരമ്പര്യമായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അച്ഛനൊരു ഡ്രോയിങ് മാസ്റ്റർ പഠിച്ചതൊക്കെയാണ്, ഡ്രോയിങ് പഠിച്ചത്. 2 സഹോദരങ്ങളും വരയ്ക്കും. എല്ലാവർക്കും വരയുണ്ടെങ്കിൽ പോലും യേശുദാസ് സാറിനാണ് നേറ്റത്തെ ആഗോള സിദ്ധി കിട്ടിയെന്നാണ്. ഒരു മഹാമേരു തന്നെയായിരുന്നു അദ്ദേഹത്തിന് നമുക്ക് പറയാൻ കഴിയുന്നത്. പിന്നെ അദ്ദേഹത്തിന് പ്രസ്ഥാനം എന്നൊന്ന് പറയാൻ പലതവണ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇനി ഞാനും പറയാൻ പോകുന്നത്. പിന്നെ 62 വർഷം അദ്ദേഹം വരച്ചു. അത് ദീർഘമായ അത്ര ചെറുതല്ല. ഈ 62 വർഷവും വരയിൽ മുഴുകിയിരിക്കുക എന്ന് പറഞ്ഞു. മരണം വരെയും അദ്ദേഹം ദേശാഭിമാനിക്ക് വേണ്ടി വരച്ചിരുന്നു. അദ്ദേഹത്തിന്റെ അസുഖമായിട്ട് കിടക്കുന്നതും വരെ. പിന്നെ അദ്ദേഹത്തിന്റെ സിനിമാ ലോകത്തിനെ പറ്റി അറിയാം. പഞ്ചവടിപ്പാലം, അതിന്റെ സംഭാഷണം അദ്ദേഹത്തിന്റെ ആണ്. പഞ്ചവടിപ്പാലം നമുക്ക് ഇട്ട് കാണുമ്പോൾ എത്ര മനോഹരമായി, ഇപ്പോഴും നമുക്കതൊന്നും മറക്കാൻ പറ്റില്ല. എത്ര രസകരമായിട്ടാണ് അദ്ദേഹം അതിനകത്ത്. സറ്റയറാണ്, പക്ഷെ നമുക്ക് സറ്റയറാണ്, എന്നാൽ ആ സറ്റയറിനോടൊപ്പം തന്നെ തീവ്രമായ ഒരു രാഷ്ട്രീയ ഇതും ഉണ്ടായിരുന്നു. നേരത്തെ പിന്നെ വിനോയ് വിശ്വം സാറ് പറഞ്ഞു അദ്ദേഹത്തിന് പിന്നെ ഒരു പാർട്ടിയിലും ചായ്വില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ അദ്ദേഹത്തിന് ചായ്വ് ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമായിരുന്നു എന്ന എന്റെ ചായ്വെന്ന് അദ്ദേഹം പലതവണ പറഞ്ഞിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് അത് മിസ് ചെയ്ത് പോയതാണോ അദ്ദേഹം എന്നോട് സംസാരിക്കുമ്പോഴും പറയുമായിരുന്നു. കാരണം എനിക്ക് അദ്ദേഹത്തിനോട് ഇത് പറയാനുള്ള കാരണം, ഞാനൊരു എൻ്റെ ആദ്യത്തെ നോവല്, എൻ്റെ 19ാമത്തെ വയസ്സിലാണ് എൻ്റെ നോവല് പിന്നെ ദീപികയുടെ ഇതിൽ വരുന്നത്, വീക്കെൻഡ് മാഗസിന് ലയനം എന്ന് പറഞ്ഞിട്ട്. അത് ഭാസ്കര മാഷായിരുന്നു അതിന്റെ എഡിറ്റർ. അപ്പൊ അതാ ഞാൻ എന്നെ ഇവിടെ ബൂസ്റ്റ് ചെയ്യാനോ മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല പറഞ്ഞു, അദ്ദേഹമായിട്ടുള്ളൊരു അടുപ്പത്തിന് വേണ്ടി ഞാൻ ആ കഥയൊന്ന് പറയാണ്. അപ്പൊ ലയനം വരുന്നത് കൊണ്ട് ഒരുപാട് പരസ്യങ്ങൾ വളരെ നേരത്തെ കൊടുത്തുകൊണ്ടിരുന്നു, എൻ്റെ ഫേസും ഒക്കെ വെച്ചിട്ട്. ആ സമയത്ത് എനിക്കെതിരായിട്ട് അവിടെ കുറെ കത്തുകൾ കേട്ട്. ഞാൻ എഴുതും എന്നല്ലാതെ എനിക്ക് പാർട്ടിയോ ഇന്ന ഒന്നുമില്ല. ഞാന് ദീപികയില് എഴുതുമായിരുന്നു, എല്ലാത്തിലും. മാതൃഭൂമിയിലാണ് എൻ്റെ ആദ്യത്തെ കഥ വരിക. അതിനോടൊപ്പം തന്നെ ഞാൻ എല്ലാത്തിലും അയക്കുമെന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നോട് എൻ്റെ ഒരു നോവല് ആവശ്യപ്പെടുക എന്ന് ഞാൻ പ്രായത്തിലൊന്ന് ചിന്തിക്കാൻ അല്ല ഒരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പോഴ് അവിടെ പിന്നെ ഒരുപാട് കത്തുകൾ ചെന്നു. ഇന്നലെ പെയ്ത മഴയ്ക്ക് ഇന്ന് കുരുത്ത തകരയെ പോലെയുള്ള ഇവർക്ക് എന്തിനാണ് ഇത്രമാത്രം പബ്ലിസിറ്റി കൊടുത്തുകൊണ്ട് എസ്.കെ. പൊറ്റക്കാടും ഒക്കെ എഴുതിയ പത്രത്താളുകൾ ഇവരെ കൊണ്ട് എഴുതിക്കുന്നതെന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെ കുറെ എഴുത്തുകൾ ചെന്നപ്പോ ഭാസ്കര മാഷ് ഈ എഴുത്തുകളെല്ലാം സൂക്ഷിച്ചു വെച്ചിട്ട് തിരുവനന്തപുരത്ത് വന്നപ്പം PC സുകുമാരൻ നായർ സാറ്, അന്ന് മാതൃഭൂമിയുടെ അവിടുത്തെ ചീഫ് റിപ്പോർട്ടറാണ്, അദ്ദേഹത്തിനോട് ചോദിച്ചു, തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒരാളുണ്ടല്ലോ, അത് ആരാണ്? അപ്പം ഫിസ്റ്റേട്ടൻ പറഞ്ഞറിയാം, മാതൃഭൂമിയിലൊക്കെ എഴുതുന്ന കുട്ടിയാണ്, എനിക്കൊന്ന് കാണണമല്ലോ എന്ന്. ഇത് നടന്ന കാര്യമാണ്, സത്യസന്ധമായിട്ട് പറയാം. അങ്ങനെ അദ്ദേഹം ഒരു ദിവസം 12 മണിയായപ്പോഴത്തേക്ക് എൻ്റെ വീട്ടിന്റെ ഫ്രണ്ടിലും പിന്നെ മാതൃഭൂമിയുടെ കാറ് വന്ന് നിൽക്കുകയും കോളിംഗ് ബെൽ അമർത്തുകയും ഒക്കെ ചെയ്ത്. ഞാൻ സ്റ്റെയർ കേസ് ഇറങ്ങി ചെന്നപ്പം ഭാസ്കര മാഷും PC ചേട്ടൻ അവിടെ നിൽക്കണം. ഞാൻ അദ്ദേഹത്തിന്റെ 2 കാല് തൊട്ട് തൊഴുതുകൊണ്ട് വളരെ ഭവ്യതയോടുകൂടി ഞാൻ അദ്ദേഹത്തിന് മുകളിലേക്ക് ആനയിച്ചു കൊണ്ടുപോയി സംസാരിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിൽ, ഞാൻ വേഗം പറയാം, അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു കവറുണ്ട്, കുറച്ച് വണ്ണവും വീഡിയോ ഒക്കെ ഉള്ളു. അപ്പൊ ഞാനിരുന്നു, എനിക്ക് ആ സന്തോഷം സഹിക്കാൻ വയ്യ. ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അദ്ദേഹത്തിന്റെ പാട്ടിലൂടെ ഞാൻ പല രാത്രികളും കേട്ടു, ഉറങ്ങാതെ കിടന്നിട്ടുണ്ട്. മറുപ്പണ്ണിലെ പാട്ടുമൊക്കെ, കരയുന്നു പിഴച്ചിരിക്കുന്നു ഒക്കെ ഇട്ട് ഒറ്റയ്ക്കിരുന്ന് കേട്ട് കരഞ്ഞിട്ടുള്ള കാലഘട്ടമുണ്ട് ആ സമയം പ്രായത്തില്. അങ്ങനെ അദ്ദേഹത്തിനോടുകൂടി ഞാൻ ചായ ഇട്ടുകൊണ്ട് കൊടുത്തു, ഭക്ഷണവും കഴിച്ചു. എല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം ഈ പൊതി തുറന്നിട്ട് 2 എഴുത്തുകൾ എൻ്റെ കയ്യിൽ എടുത്ത് തന്നിട്ട് ചോദിച്ചു, ഇതൊന്ന് നോക്കൂ.
ഞാനത് വായിച്ചു നോക്കിയപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ സെന്റൻസ് പിന്നെ ഒക്കെ പറയാ അസഭ്യവും കാര്യങ്ങളും ഒക്കെ എഴുതി. എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. അത് കഴിഞ്ഞപ്പം ഞാൻ ഭാസ്കര മാഷിനോട് പറഞ്ഞു, ഭാസ്കര മാഷെ ഇത് എഴുതിയത് ആരാണെന്ന് എനിക്കിപ്പം വ്യക്തമായിട്ട് അറിയാം. അതെന്നെ ഇങ്ങനെ പ്രണയിക്കുന്നു എന്നൊക്കെ പറഞ്ഞ ഒരു ആളാണ് പുള്ളി. എനിക്കിങ്ങനെ ലവ് ലെറ്റർ തന്നിട്ടുണ്ട്. ആ ഹാൻഡ് റൈറ്റിംഗ് അതാണ്, ഒരേ ഹാൻഡ് റൈറ്റിംഗ് ആണല്ല, പക്ഷെ കുറച്ചൊക്കെ മൂലയൊക്കെ പൊട്ടിയും ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഭാസ്കര മാഷ് തിരിച്ചു പോയതിനു ശേഷം ആദ്യമായിട്ട് ഞാൻ കവിത എഴുതുക. അതുവരെ ഞാൻ കവിത തൊട്ടിട്ടില്ല. അപ്പൊ ആ കവിത ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതിന്റെ ചുരുക്കം എല്ലാം ഒന്നും പറയുന്നെങ്കിൽ 4 വരി. തന്നിംഗിതങ്ങളെ സാക്ഷാത്കരിച്ചതൻ പൊന്നോമനയെ ഭുജിക്കുവാനായി മർത്യനാൽ ആവില്ല ഏതോ ചിലന്തിതൻ ചിത്തത്തിനല്ലാതെ സാധ്യമല്ല. അതാണ് എന്റെ ശരിക്കുള്ള കണ്ടന്റ്. ബാക്കി എന്ന് പറഞ്ഞാൽ സ്വന്തം അറിയാമായിരിക്കുമല്ലോ എല്ലാവർക്കും. ഒരു ചിലന്തി അവരുടെ ഇഷ്ടങ്ങളെ ഇഷ്ടപ്പെട്ടതിന് ശേഷം ഇണയെ ഭുജിക്കുന്നതാണ്. അത് ആണ് ഇണയെ ഭുജിക്കുന്നത്. ഇവിടെ നേരെ തിരിച്ചു. എന്നെ അങ്ങനെ ഒരു ഇതൊന്നുമല്ല, പക്ഷെ പ്രണയിച്ച ഒരു വ്യക്തിയെ തിരിച്ച് എന്നോട് കാണിക്കുന്ന ഒരു ബുദ്ധിമുട്ടും പ്രയാസമുണ്ട്. അപ്പൊ ഞാൻ ഇത് യേശുദാസ് സാറിനോട് പറയണം. യേശുദാസ് സാറിനോട് പറഞ്ഞപ്പോ എന്നോട് യേശുദാസ് സാർ പറഞ്ഞു, ഗിരിജകുട്ടി ഒരു കാര്യം ചെയ്യും, ഇതൊന്ന് ജനീവത്തിന് അയച്ചു കൊടുക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ കവിതയോ? ഞാൻ കവിതയൊന്നും എഴുതിയിട്ടില്ല സാർ. അപ്പൊ ഭാസ്കര മാഷ് ഞാനിത് അയച്ചു കൊടുത്തു. അപ്പൊ ഭാസ്കര മാഷ് എന്നോട് പറഞ്ഞു, കവിത എഴുതാനും നിനക്ക് സാധിക്കും, പക്ഷെ ഒരു കോഴിപ്പോരിന് ഞാനില്ല. അതുകൊണ്ട് ഈ കവിത ദീപികയിൽ ഞാൻ പ്രസിദ്ധീകരിക്കില്ല, മറ്റെവിടെയെങ്കിലും ശ്രമിക്കൂ. അപ്പൊ എനിക്ക് മനസ്സിലായി ആ കവിതയില് വേണ്ട തെറ്റുകളൊന്നും ഇല്ല, കവിത പ്രസിദ്ധീകരിക്കാൻ യോഗ്യമായത് തന്നെയാണെന്ന് എന്റെ മനസ്സ് പറഞ്ഞു. പക്ഷെ ഞാനത് അവിടെ വെച്ചു. പിന്നെ 4 വർഷങ്ങൾ കഴിഞ്ഞിട്ട് അന്ന് ഞാൻ യേശുദാസ് സാറുമായിട്ട് കാണുകയും പരിചയപ്പെടുകയും ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഈ കവിതയെ പറ്റി വെറുതെ ഒരു സന്ദർഭവശാല് പറഞ്ഞെന്ന് മാത്രം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നീ ആ കവിത ജനീവത്തിന് അയച്ചു കൊടുക്കുക. അന്ന് ആര്യാട് ഗോപി എന്തോ ആണ് എന്നോട് പറഞ്ഞത്, എനിക്ക് അറിയില്ല ആരാണ് എഡിറ്റർ എടുത്തതെന്ന്. അപ്പൊ ഞാൻ 84-85 തോന്നുന്നു ഞാൻ ആ കഥ ജനീവത്തിന് അയച്ചു കൊടുക്കുകയും ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് എഴുതുമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അത് എഴുതിയില്ല. ഞാൻ നേരിട്ട് അയച്ചു കൊടുത്ത് വരുന്നെങ്കിൽ വരട്ടെ എന്നുള്ളതില്. പക്ഷെ ആ കവിത ജനയുഗത്തിൽ അച്ചടിച്ചു വരികയും ചെയ്തു. അപ്പൊ എനിക്കെന്നും ഞാൻ ഓരോ ഒരു കവിത എഴുതാൻ തുടങ്ങുമ്പോഴും ഞാൻ പാവം യേശുദാസ് സാറിനെ ഓർക്കാറുണ്ട്, സ്മരിക്കാറുണ്ട്, നമോഭാഗം പറയാറുണ്ട്. അപ്പൊ ആ ദേവപാദത്തിൽ ഞാൻ മനസ്സുകൊണ്ട് അർച്ചന നടത്താറുണ്ട്. അതുകൊണ്ട് പ്രമോദ് വിളിച്ചപ്പോൾ അദ്ദേഹത്തിനെ പറ്റി 2 വാക്ക് പറയാനോ 3 വാക്ക്, അത് ഒരുപക്ഷെ ഞാൻ പറഞ്ഞതിൽ സാഹിത്യം ഉണ്ടാവില്ല, സാധാരണ സംഭാഷണം പോലെ എനിക്ക് പറയാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ. കാരണം അദ്ദേഹം മരിക്കുന്നതിന് 2 ആഴ്ച മുമ്പ് ഞങ്ങള് സൂം മീറ്റിങ്ങിൽ ഒരുമിച്ച് സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ മകനുമായിട്ട്, അദ്ദേഹത്തിന്റെ കുട്ടികളുമായിട്ടും ഒക്കെ. അതുകൊണ്ട് എനിക്ക് ഒരു വല്ലാത്തൊരു മാനസിക വിഷമമുണ്ട് അദ്ദേഹത്തിനെ പറ്റി സ്മരിക്കുമ്പോഴും. എന്തായിരുന്നാലും അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ രചന ബാക്കിയുള്ളത് ആരെങ്കിലും പൂരിപ്പിക്കുമായിരിക്കും. മമ്മൂട്ടി അതിന് അവതാരിക എഴുതുമായിരിക്കും. എന്തായാലും അത് ഉടനെ നടക്കട്ടെ എന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ മക്കള് സേതു, സാനു, സുഹു ഇവരെല്ലാം 3 ആൺമക്കള്. സെപ്റ്റംബറിൽ അദ്ദേഹത്തിന് കോവിഡ് ബാധിച്ചു, മാറി. പിന്നെ അദ്ദേഹം പൊന്നു തമ്പുരാൻ നമ്മളോടൊക്കെ യാത്ര പറഞ്ഞു. കർട്ടുണ്ട് പൊന്നു തമ്പുരാന് ഈ എഴുത്തുകാരിയുടെ അല്ലെങ്കിൽ ഈ അനിയത്തിയുടെ ദേവപൂജ നടത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇനി ഈ ഓർമ്മ കൂട്ടായ്മയിൽ ഒപ്പം ചേരുന്നത് കേരള മീഡിയ അക്കാദമിയുടെ ചെയർമാനും മുതിർന്ന പത്രപ്രവർത്തകനും സാമൂഹ്യ പ്രവർത്തകനുമൊക്കെയായ ശ്രീ RS ബാബു സാറാണ്. RS ബാബു സാറ്
കേരളത്തിൻ്റെ സാംസ്കാരിക മേഖലയ്ക്ക് എന്നും ഊർജം പകരുവാൻ നിലകൊള്ളുന്ന വ്യക്തിത്വം കൂടിയാണ്. കൊല്ലത്തിൻ്റെയൊക്കെ സാംസ്കാരിക രംഗത്ത് അതിനെ സജീവമാക്കി നിലനിർത്തുവാൻ വേണ്ടിയിട്ടുള്ള നിരന്തര പരിശ്രമങ്ങൾക്കിടയിൽ കൊല്ലത്തേക്കൊക്കെ യേശുദാസൻ സാറ് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ബാബു സാറിൻ്റെ വീട്ടിലാണ് എപ്പോഴും സ്വന്തം വീട് പോലെ കരുതി അവിടെ താമസിക്കുന്നതും ബാബു സാറും ഒത്തായാണ് പലപ്പോഴും യാത്ര ചെയ്യാറുള്ളതും. അത്രത്തോളം അടുപ്പം, ഹൃദയബന്ധം ഉണ്ട് RS ബാബു സാറിന് യേശുദാസൻ സാറുമായിട്ട്. അപ്പോൾ ബാബു സാറിൻ്റെ ഓർമ്മകൾ വളരെ വിലപ്പെട്ടതാണ്. ഏറെ ആദരവോടെ ശ്രീ RS ബാബു സാറിനെ യേശുദാസൻ സാറിൻ്റെ ഓർമ്മകളിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ സവിനയം ക്ഷണിക്കുന്നു. കാർട്ടൂണിസ്റ്റ് ശങ്കറിന് ശേഷം കേരളീയരിലെ ഏറ്റവും വലിയ കാർട്ടൂണിസ്റ്റായിരുന്നു യേശുദാസൻ. നമുക്ക് മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട 2 യേശുദാസന്മാരുണ്ട്. പാടുന്ന യേശുദാസും വരയ്ക്കുന്ന യേശുദാസനും. പാടുന്ന യേശുദാസിനെ പോലെ തന്നെ കേരളീയർ ഇഷ്ടപ്പെട്ട, പ്രിയപ്പെട്ട വ്യക്തിത്വമായിരുന്നു കാർട്ടൂണിസ്റ്റ് യേശുദാസനും. അദ്ദേഹത്തിന് 3 ഗുരുക്കളായിരുന്നു. അത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഒന്ന് കാമ്പശ്ശേരി കരുണാകരൻ, മറ്റൊരാൾ കാർട്ടൂണിസ്റ്റ് ശങ്കർ, മൂന്നാമത്തെ ആൾ മനോരമയുടെ പത്രാധിപരായിരുന്ന KM മാത്യു. ഇതിൽ 2 പേര് കാർട്ടൂണിസ്റ്റുകളായിരുന്നില്ല. ആദ്യ ഗുരു കാമ്പശ്ശേരി കരുണാകരൻ തന്നെയായിരുന്നു. പക്ഷേ കാമ്പശ്ശേരി കരുണാകരൻ ഒരിക്കലും വരയ്ക്കുന്നയാളായിരുന്നില്ല. അദ്ദേഹം ഒരു കാർട്ടൂണിസ്റ്റ് ആയിരുന്നില്ല. കാർട്ടൂണിസ്റ്റ് അല്ലാത്ത കാമ്പശ്ശേരി കരുണാകരൻ കാർട്ടൂണിസ്റ്റായ യേശുദാസിൻ്റെ ഗുരുവായത് അവരെ തമ്മിൽ ബന്ധിപ്പിച്ച നർമ്മത്തിൻ്റെ, തത്വചിന്തയുടെ അടിസ്ഥാനത്തിലായിരുന്നു. യേശുദാസ് സാറിനെ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയ ഒരു മഹൽ വ്യക്തിയായിരുന്നു. പലപ്പോഴും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തന്നെ ചിലരോട് വല്ലാത്തൊരു ആത്മബന്ധം ഉണ്ടാകും. അത് അറിഞ്ഞും അറിയാതെയും സംഭവിക്കുന്ന കാര്യമാണ്. അങ്ങനെ ഒരു ആത്മബന്ധം കാർട്ടൂണിസ്റ്റ് യേശുദാസിനുമായി വളരെ ചെറുപ്പത്തിലെ തന്നെ രൂപപ്പെടാൻ ഇടയായി. എൻ്റെ 5 വയസ്സ് മുതൽ യേശുദാസ് സാറ് അന്ത്യയാത്ര ആകുന്നത് വരെ സജീവമായ ഒരു ബന്ധത്തിൻ്റെ നേർചിത്രമാണ് പകർന്ന് തന്നത്. യേശുദാസ് സാറ് ജനകീയത്തിലെ കാർട്ടൂണിസ്റ്റായിട്ട് എത്തുന്ന വേളയിൽ കടപ്പാക്കടയിലാണ് ജനകീയം. അവിടേക്കാണ് മാവേലിക്കരയിൽ നിന്നും യേശുദാസ് സാർ എത്തുന്നത്. അദ്ദേഹം താമസിച്ചത് ജനകീയത്തിൻ്റെ തൊട്ട് അടുത്തുള്ള ഞങ്ങളുടെ വീട്ടിലായിരുന്നു. എൻ്റെ അച്ഛനൊരു അവിടെ കടപ്പാക്കടയിൽ തന്നെ കച്ചവടം നടത്തുന്ന ഒരു വ്യാപാരിയായിരുന്നു. അമ്മയാകട്ടെ കേന്ദ്ര സർക്കാരിൻ്റെ ടെലിഫോൺസിൽ സേവനമനുഷ്ഠിച്ച ഉദ്യോഗസ്ഥയുമായിരുന്നു. പക്ഷേ ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബമാണ്. ഞങ്ങൾക്ക് 2 വീടുണ്ടായിരുന്നു. അതിലെ ഒരു വീട്ടിലെ താമസക്കാരെന്ന് പറയുന്നത് ജനകീയത്തിലെ പത്രാധിപന്മാരും മാനേജരുമൊക്കെ ആയിരുന്നു. അങ്ങനെ ഒരു വീട്
ജനകീയത്തിന് കൊടുത്ത വേളയിൽ തന്നെ അവിടെ ജനകീയത്തിലെ പത്രാധിപ സമിതി അംഗങ്ങൾക്കും എല്ലാം താമസിക്കാൻ മതിയാകാതെ വന്നപ്പോൾ ഒരാളെ ഞങ്ങൾ താമസിക്കുന്ന കുറച്ച് മുറികളെല്ലാം അധികമുള്ള വീട്ടിലാണ് സൗകര്യം ചെയ്തു കൊടുത്തത്. അങ്ങനെ ഞങ്ങളോടൊപ്പം കുറേ വർഷങ്ങൾ താമസിച്ച ആളായിരുന്നു കാർട്ടൂണിസ്റ്റ് യേശുദാസൻ. എനിക്കന്ന് ഒരു 5 വയസ്സ് ആണ് ആ സമയത്ത് പ്രായം. ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ ഞങ്ങളുടെ മുന്നിലെ മുറിയിലിരുന്നിട്ടാണ് കാർട്ടൂണിസ്റ്റ് യേശുദാസ് സാർ വരയ്ക്കുന്നത്. വരച്ചെല്ലാം ഇങ്ങനെ വെച്ചിരിക്കുന്ന ചിത്രമൊന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ട് ജനാലയ്ക്ക് പുറത്ത് നിന്നിട്ട് നോക്കിയിട്ട് ഞാൻ എത്തി ആ കാർട്ടൂൺ എടുക്കാനായി നോക്കുമ്പോൾ ബ്ലാക്ക് ഇന്ത്യൻ ഇങ്ക് അതിൻ്റെ മഷി അതിൻ്റെ ആ കുപ്പി കമന്നിട്ട് മഷി അങ്ങ് പടരുകയാണ്. അപ്പോൾ കിട്ടുവമ്മാവനെ വരച്ച് വച്ചിരിക്കുകയാണ്. ആ കിട്ടുവമ്മാവിൻ്റെ പുറത്താണ് കറുത്ത മഷി വീണത്. ഇത് കണ്ടുകൊണ്ട് കാർട്ടൂണിസ്റ്റ് ആ മുറിയിലേക്ക് വരുമ്പോൾ കാണുന്ന ചിത്രം താൻ വരച്ചു വച്ചേക്കുന്ന കഷ്ടപ്പെട്ട് വരച്ചു വച്ചേക്കുന്ന ചിത്രത്തിന് മേളിൽ ഈ കറുത്ത മഷി ഇങ്ങനെ വീണ് കിടക്കുന്നതാണ്. അപ്പോൾ ഇത് കാർട്ടൂണിസ്റ്റ് കണ്ടപ്പോൾ കുസൃതിയായിട്ടുള്ള ഈ 5 വയസ്സുകാരൻ ഓടി പോവുകയും ചെയ്യുന്നു. ഇതേപ്പറ്റി യേശുദാസ് സാറ് മീഡിയ അക്കാഡമിയുടെ ഒരു പുസ്തകം പ്രകാശനം ചെയ്തുകൊണ്ട് മഞ്ജു വാര്യരുടെ സാന്നിധ്യത്തിൽ പറഞ്ഞത്, അന്നെൻ്റെ കിട്ടുവമ്മാവിനെ നശിപ്പിച്ച ആളാണ് ഈ ഇരിക്കുന്നയാൾ. അത് ചെയ്തതിന് ശേഷം കൂകു കൂകു തീവണ്ടി കൂകിപ്പായും തീവണ്ടി എന്ന് പറഞ്ഞിട്ട് ആ പദ്യം ഇങ്ങനെ ചൊല്ലി സന്തോഷിച്ചിങ്ങനെ പോകുന്നതായിട്ടാണ് കണ്ടത് എന്നാണ്. അന്ന് ആ കിട്ടുവമ്മാവിൻ്റെ വില അറിയില്ലായിരുന്നെങ്കിലും പിൽക്കാലത്ത് ആ കിട്ടുവമ്മാവൻ എത്ര വലുതായിരുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞു. ഓരോ ആളുകൾക്കും ഓരോ സാഹിത്യകാരന്മാർക്കും അവർക്ക് അവരെ പ്രശസ്തരാക്കുന്ന അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്ന കഥാപാത്രങ്ങളുണ്ടാകും. കേശവദേവനെ എടുക്കുകയാണെങ്കിൽ കേശവദേവൻ്റെ ഏറ്റവും പ്രശസ്തമായ കഥാപാത്രം ഏതെന്ന് ചോദിച്ചാൽ ഒരു സംശയവുമില്ല, പറയാൻ കഴിയും, അത് പപ്പുവാണ്. പപ്പു ആരാ? പപ്പു ഓടയിൽ നിന്ന് എന്ന നോവലിലെ റിക്ഷാ തൊഴിലാളിയായ റിക്ഷാക്കാരനായ പപ്പു. ആ പപ്പുവാണ് അതിലേറ്റവും ചൈതന്യവത്തായ കഥാപാത്രം. അനാഥയായ പെൺകുട്ടിക്ക് ജീവിതം കൊടുക്കുന്നു. ഒരു ചെറിയ കുട്ടിയെ വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അക്ഷീണം 2 ഇരട്ടിയും 3 ഇരട്ടിയും ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്നതിൻ്റെ അപ്പുറമായിട്ട് റിക്ഷ വലിച്ചുകൊണ്ട് ഓടുന്നു. അങ്ങനെ പണം സമ്പാദിച്ച് ആ കുട്ടിയെ വളർത്തുന്നു. അങ്ങനെ കേശവദേവനെ പപ്പുവിനെ പോലെ ഒരു കാർട്ടൂണിസ്റ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം ഏതെന്ന് ചോദിച്ചാൽ കാർട്ടൂണിസ്റ്റ് യേശുദാസിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രവും പ്രിയപ്പെട്ട കഥാപാത്രവുമായി കിട്ടുവമ്മാവൻ മാറിയെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അദ്ദേഹം ശങ്കേഴ്സ് വിക്കിലിയിൽ വരച്ചിട്ടുണ്ട്. അവിടെ ഒരു കുസൃതി കുട്ടനായിട്ടുള്ള കഥാപാത്രത്തെ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. പൊന്നമ്മ സൂപ്രണ്ട് മനോരമയിലുണ്ടായി. അങ്ങനെ വിവിധ കഥാപാത്രങ്ങൾ വന്നെങ്കിലും അതിനെല്ലാം അപ്പുറമായി എന്നും സജീവമായി നിന്ന കഥാപാത്രമാണ് കിട്ടുവമ്മാവൻ. ബോബനും മോളിയൊക്കെ പിന്നീട് വളരെ പ്രശസ്തമായെങ്കിലും ഈ കിട്ടുവമ്മാവന് കിട്ടിയതുപോലെയുള്ള ഒരു ചരിത്ര പ്രാധാന്യം മറ്റൊരു കാർട്ടൂൺ കഥാപാത്രത്തിനും കിട്ടിയിട്ടില്ല. മലയാള മാധ്യമങ്ങളിലെ ആദ്യത്തെ പോക്കറ്റ് കാർട്ടൂൺ കിട്ടുവമ്മാവനാണ് എന്നുള്ളതിനപ്പുറം ഇതിനൊരു പ്രസക്തിയുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ
സമ്മേളനങ്ങളിൽ ആദ്യകാലത്ത് ഈ കഥാപാത്രം വ്യത്യസ്ത രൂപങ്ങളിൽ റാലികളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. പലരും കിട്ടുവമ്മാവനായിട്ട് അവിടെ വേഷം കെട്ടി ആ റാലികൾക്ക് കൗതുകം പകരുന്നതിന് വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കഥാപാത്രത്തെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുള്ള കാർട്ടൂണിസ്റ്റ് യേശുദാസൻ ആധുനിക കാർട്ടൂൺ കലയുടെ ആചാര്യനായ ഡേവിഡ് ലോറയുടെ മലയാള രൂപമാണ് യഥാർത്ഥത്തിൽ. ഈ ഡേവിഡ് ലോറയുടെ കാർട്ടൂണുകൾ കണ്ടിട്ട് ഹിറ്റ്ലർ രോഷാകുലനായി പലതവണ പലതരത്തിൽ പ്രതികരിച്ചിട്ടുണ്ടെന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ ലോറയുടെ കാർട്ടൂണുകൾ കണ്ടിട്ട് ഹിറ്റ്ലർ അത് വന്ന പേപ്പർ പല കഷ്ണങ്ങളായിട്ട് വലിച്ചു കീറിയിട്ടുണ്ട്. കീറി എന്നിട്ടും ദേഷ്യം തീരാതെ നിലത്തിട്ട് ചവിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഹിറ്റ്ലറെപ്പോലും യഥാർത്ഥത്തിൽ വീണ്ടും വിചാരത്തിന് പ്രേരിപ്പിക്കുന്ന തരത്തിൽ ഹിറ്റ്ലറുടെ തന്നെ നടപടികളെ നഖശികാന്തം വിമർശിച്ചുകൊണ്ടുള്ള കാർട്ടൂൺ രചിക്കാൻ ലോറയ്ക്ക് കഴിഞ്ഞതുപോലെ തന്നെ, ഡേവിഡ് ലോറയ്ക്ക് കഴിഞ്ഞതുപോലെ തന്നെ ഇവിടുത്തെ അധികാര കേന്ദ്രങ്ങളെ അസ്വസ്ഥപ്പെടുത്താൻ കഴിയുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ വീണ്ടും വിചാരത്തിന് പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള കാർട്ടൂണുകൾ വരയ്ക്കാൻ കഴിഞ്ഞ പ്രതിഭാശാലിയായിരുന്നു യേശുദാസൻ. രണ്ടാം ലോക മഹായുദ്ധമാണ് ലോറയെ പ്രശസ്തമാക്കിയതെങ്കിൽ യേശുദാസിനെ രൂപപ്പെടുത്തിയതും വളർത്തിയതും പ്രശസ്തമാക്കിയതും EMS സർക്കാരിനെതിരെ ഇവിടെ സൃഷ്ടിക്കപ്പെട്ട വിമോചന സമരമായിരുന്നു. ആ വിമോചന സമരത്തിൻ്റെ വക്താക്കൾക്കെതിരെ കാർട്ടൂൺ വരച്ചുകൊണ്ടാണ് യേശുദാസിൻ്റെ ഈ രംഗത്തേക്കുള്ള പ്രവേശനം ആരംഭിക്കുന്നത്. വിമോചന സമരകാലത്ത് ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും കാർട്ടൂണിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായിരുന്നു. ആ പ്രളയത്തിലാണ് യേശുദാസിൻ്റെ പുരോഗമന വർഷ സൃഷ്ടികൾ മിന്നൽ പിണർ പോലെ ശോഭ പരത്തിയത്. സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി EMSൻ്റെ കസേരയ്ക്ക് കാലിൽ തൻ്റെ ആകാശത്തെ കെട്ടാൻ വിമോചന സമരത്തിൻ്റെ സമരനായകനായിരുന്ന മന്നത്ത് പത്മനാഭൻ പ്രഖ്യാപനം നടത്തുകയാണ്. അതിനോട് നർമ്മത്തോട് ശക്തമായി യേശുദാസ് പ്രതികരിച്ചു. മരക്കുതിരയ്ക്ക് മുകളിലിരുന്ന് ചാട്ട വീശുന്ന, വീമ്പിളക്കുന്ന പടത്തലവനായി മന്നത്ത് പത്മനാഭനെ ചിത്രീകരിക്കുന്നതായിരുന്നു കാർട്ടൂൺ. മരക്കുതിരയ്ക്ക് മുറിവിട്ട് പോകാൻ പോലും ആവില്ലല്ലോ. പടത്തലവൻ മരക്കുതിരയ്ക്ക് മേൽ ഇരുന്ന കാർട്ടൂൺ നാടെമ്പാടും വലിയ പ്രചാരം നേടി. കമ്മ്യൂണിസ്റ്റുകാർ, വിമോചന സമരത്തെ എതിർക്കുന്നവർ, അവരിത് ചുവരുകളിലെല്ലാം വരച്ചു വച്ചു. പലയിടത്തും റാലികൾ നടക്കുമ്പോൾ ആ റാലിയിൽ മരക്കുതിരകളെ അവതരിപ്പിക്കുന്ന തരത്തിലുള്ള ചിത്രീകരണങ്ങൾ നടത്തി. പക്ഷേ വിമോചന സമരം വിജയിച്ചപ്പോൾ അതുകൊണ്ട് തന്നെ അവർ വിളിച്ച മുദ്രാവാക്യം കണ്ടോടാ കണ്ടോടാ മരക്കുതിരയെ കണ്ടോടാ, മന്നത്തിൻ്റെ പടക്കുതിരയെ കണ്ടോളാ എന്ന് പറഞ്ഞിട്ടുള്ള മുദ്രാവാക്യമായിരുന്നു അന്ന് വിളിച്ചത്. കോട്ടയത്ത് തിരുനക്കര മൈതാനിയിൽ ഒരു പൊതുസമ്മേളനം നടക്കുമ്പോൾ
മന്നത്തിന് വിമോചന സമരത്തിൻ്റെ വിജയസൂചകമായിട്ട് അവർ സമ്മാനിച്ചത് ഒരു മരക്കുതിരയായിരുന്നു എന്നുള്ളതും നമ്മൾ പ്രത്യേകിച്ച് തന്നെ കാണേണ്ടുന്ന കാര്യമാണ്. പിൽക്കാലത്ത് ഒരു മരക്കുതിരയെ യേശുദാസിനും ഈ വിമോചന സമരക്കാർ സമ്മാനിച്ചിരുന്നു എന്നുള്ളതും സ്മരണീയമാണ്. നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, സഞ്ജയ് ഗാന്ധി, മൻമോഹൻ സിംഗ് തുടങ്ങിയ ഇന്ത്യയിലെ നേതാക്കളുമായി ഊഷ്മള ബന്ധം പുലർത്തിയിരുന്ന അദ്ദേഹം ശ്രീലങ്ക, മലേഷ്യ, സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാരുമായും ഏറ്റവും അടുത്ത സൗഹൃദ ബന്ധം പുലർത്തിയിരുന്നു എന്നുള്ളത് ഓർക്കേണ്ടതായ ഒരു കാര്യമാണ്. EMS മുതലുള്ള എല്ലാ മുഖ്യമന്ത്രിമാരുമായും അടുത്ത പരിചയവും ബന്ധവും ഉണ്ടായിരുന്ന കാർട്ടൂണിസ്റ്റായിരുന്നു. ശങ്കറിൻ്റെ ശങ്കേഴ്സ് വീക്കിലിയിലാണ് ജനയുഗത്തിന് ശേഷം അദ്ദേഹം എത്തിയത്. ആ സമയത്ത് പിന്നീട് നെഹ്റുവിന് ശേഷം ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായ വേളയിൽ യേശുദാസ് സാറ് ശങ്കറിനൊപ്പം ശങ്കേഴ്സ് വീക്കിലിയിലുണ്ട്. ഇന്ദിരാഗാന്ധി ശങ്കേഴ്സ് വീക്കിലി കാണുന്നതിന് വേണ്ടിയിട്ട് ഡൽഹിയിലേക്ക് നെഹ്റു ഹൗസിലേക്ക് വരുന്ന ഒരു രംഗത്തെപ്പറ്റി യേശുദാസ് സാറ് തന്നെ വിവരിച്ചിട്ടുണ്ട്. അവിടെ വരുമ്പോൾ അന്ന് പ്രധാനമന്ത്രി ആയതുകൊണ്ട് അവരുടെ അംഗരക്ഷകരുൾപ്പെടെയുള്ള ആൾക്കാരുമെല്ലാം കൂടി സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആൾത്തിരക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നെഹ്റു ഹൗസിൻ്റെ ബാക്കിലൂടെയുള്ള വാതിലിലൂടെയാണ് കയറുന്നത്. ആ പിൻവാതിൽ എന്ന് പറഞ്ഞാൽ ആ വാതിലിലൂടെയാണ് അവിടുത്തെ പ്രസ്സിൽ പ്രിൻ്റ് ചെയ്യേണ്ട ന്യൂസ് പ്രിൻ്റ് റോള് കയറ്റിക്കൊണ്ട് പോകുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു സ്ലോപ്പുള്ള സ്ഥലമാണ്. കയറ്റിറക്കം ഒരു ഇങ്ങനെ പൊങ്ങി താഴെ നിന്നും മുകളിലേക്ക് പോകുന്ന ഒരു പ്രതലമാണ്. അപ്പോൾ അതിലൂടെയാണ് ഇന്ദിരാഗാന്ധി ഇവിടേക്ക് കയറി വരുന്നത്. അങ്ങനെ കയറി വരുന്ന ഇന്ദിരാഗാന്ധി കാർട്ടൂണിസ്റ്റ് ശങ്കറിനും യേശുദാസിനും മുന്നിൽ അടിതെറ്റി പാദം തെറ്റി വീഴുകയാണ്. പക്ഷേ അംഗരക്ഷകർ ഓടി വന്നിട്ട് ഇന്ദിരാഗാന്ധിയെ എഴുന്നേൽപ്പിക്കുന്നു. പിന്നീട് ഒരു ഘട്ടത്തിൽ ഈ ഇന്ദിരാഗാന്ധി വീണത് എങ്ങനെയെന്ന് യേശുദാസ് സാറ് കാർട്ടൂണിലൂടെ കാണിച്ചിട്ടുണ്ട്. അത്രമാത്രം സൗഹൃദം കാർട്ടൂണിസ്റ്റ് ശങ്കറുമായി പുലർത്തിയിരുന്ന ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ഏകാധിപത്യ ഭരണത്തിലേക്ക് നീങ്ങിയപ്പോൾ ശങ്കർ അദ്ദേഹത്തിൻ്റെ സ്വത്തായ, അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ പ്രകാശനമായ ശങ്കേഴ്സ് വീക്കിലി അടച്ചുപൂട്ടി. നർമ്മം ഇല്ലാതാകുന്ന ഒരു ലോകത്ത്, അങ്ങനെ ഭരണം നടത്തുന്ന ഭരണാധികാരികളുള്ള ഒരു രാജ്യത്ത് ഇനി ഈ പ്രസിദ്ധീകരണത്തിന് പ്രസക്തിയില്ല എന്ന നിലപാടെടുത്തുകൊണ്ടാണ് ശങ്കർ ആ പ്രസിദ്ധീകരണം ശങ്കേഴ്സ് വീക്കിലി എന്നേക്കുമായി അടച്ചുപൂട്ടിയത്. അദ്ദേഹം കാർട്ടൂണിസ്റ്റ് യേശുദാസൻ ശങ്കറിനോടൊപ്പം ശങ്കേഴ്സ് വീക്കിലിയിൽ പ്രവർത്തിച്ച കാലത്തെപ്പറ്റി അദ്ദേഹം ഒരിക്കൽ വിശദീകരിച്ചിട്ടുണ്ട്. ഒരു ദിവസം ശങ്കർ യേശുദാസ് സാറിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇവിടെ ഡൽഹിയിൽ വന്നിട്ട് ഇപ്പം മാസങ്ങൾ ഒരുപാടായല്ലോ, ഇവിടുത്തെ JB റോഡിൽ പോയിട്ടുണ്ടോ? JB റോഡെന്ന് പറഞ്ഞാൽ കൽക്കട്ടയിലെ
സോണിഗാഞ്ചി പോലെ ഉള്ള അന്നത്തെ സ്ഥലമായിരുന്നു. വേശ്യ തെരുവുള്ള സ്ഥലമായിരുന്നു. അപ്പോൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് തൻ്റെ ഡ്രൈവറെ വിളിച്ചിട്ട് തൻ്റെ കാറിൽ യേശുദാസിനെ ഈ സ്ഥലമെല്ലാം ചുറ്റി നടന്ന് കാണിച്ചിട്ട് വരാൻ പറഞ്ഞു. അന്ന് ഒരു പ്രധാന വാർത്താപത്രങ്ങളിലുണ്ടായിരുന്നു. അത് മറ്റൊന്നുമല്ല, കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള UN ദേബാർ ഒരു പ്രധാനപ്പെട്ട പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. കോൺഗ്രസ് പുതിയ പരിപാടി ആവിഷ്കരിച്ച് പുതിയ വിഭാഗങ്ങളെ കോൺഗ്രസിലേക്ക് ആകർഷിക്കും എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം. അപ്പോൾ ഈ തെരുവെല്ലാം കണ്ടതിന് ശേഷം യേശോ സാറ് തിരിച്ചു വന്നപ്പോൾ കാർട്ടൂണിസ്റ്റ് ശങ്കർ അദ്ദേഹം പിറ്റേ ദിവസത്തെ പത്രത്തിലേക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിരിക്കുന്ന ഒരു കാർട്ടൂൺ കാണിക്കുകയാണ്. ആ കാർട്ടൂൺ എന്ന് പറഞ്ഞാൽ ഈ JB റോഡിലെ വേശ്യാ തെരുവാണ്. 3 നിലകളിലുള്ള കെട്ടിടം. ആ കെട്ടിടത്തിൻ്റെ മുകളിലത്തെ നിലയിലെ ബാൽക്കണിയിൽ സുന്ദരിമാർ നിൽക്കുകയാണ്. സുന്ദരിമാർ നിൽക്കുന്നു. അതിലാദ്യത്തെ സുന്ദരി നെഹ്റു. കൂട്ടത്തിൽ നിൽക്കുന്ന സുന്ദരിമാർ ആരൊക്കെയാ? VK കൃഷ്ണമേനോൻ, ജഗജീവൻ റാം, ഇങ്ങനെയുള്ള നന്ദ, ശാസ്ത്രി തുടങ്ങിയിട്ടുള്ളവരെല്ലാമാണ് മറ്റു സുന്ദരിമാർ. താഴെ ഒരു ബ്രോക്കർ നിൽപ്പുണ്ട്. ആ ബ്രോക്കർ വിലപേശുകയാണ് 50 രൂപ. അപ്പോൾ മറ്റൊരാൾ നിന്നിട്ട് പറയുന്നു 10 രൂപ. പറ്റില്ല. അത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് UN ദേബാർ. അപ്പോൾ ദേബാറിനെ ബ്രോക്കറായും നെഹ്റു ഉൾപ്പെടെയുള്ളവരെ വേശ്യാ തെരുവിലെ സുന്ദരിമാരായും ചിത്രീകരിച്ചിരിക്കുന്ന കാർട്ടൂണാണ് ശങ്കർ വരച്ചിരിക്കുന്നത്. ശങ്കർ യേശുദാസിനെ പഠിപ്പിച്ചു കൊടുത്തു, നമ്മുടെ സൗഹൃദങ്ങൾ എത്ര വലുതാണെങ്കിലും നമ്മൾ വിമർശിക്കേണ്ട സംഭവങ്ങളെ, വിഷയങ്ങളെ വിമർശിക്കുന്നതിന് ഒരു തരത്തിലുള്ള അമാന്തവും കാണിക്കാൻ പാടില്ല എന്ന് ശങ്കർ പഠിപ്പിച്ചു കൊടുത്തു. ആ പാഠവുമായിട്ടാണ് കാർട്ടൂണിസ്റ്റ് യേശുദാസൻ പിൽക്കാല ജീവിതത്തിലേക്ക് മുന്നോട്ട് നീങ്ങിയത്. അദ്ദേഹത്തിനെ 3 തരത്തിൽ കാണാൻ കഴിയും. ഒന്നൊരു കമ്മ്യൂണിസ്റ്റ് കാർട്ടൂണിസ്റ്റായിട്ട്, ഒരു ക്യാപിറ്റലിസ്റ്റ് കാർട്ടൂണിസ്റ്റായിട്ട്, ഒരു പ്രോലിറ്റേറിയൻ കാർട്ടൂണിസ്റ്റായിട്ട്, ജനയുഗത്തിലും ദേശാഭിമാനിയിലും ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് പത്രങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന കാർട്ടൂണിസ്റ്റ്, മലയാള മനോരമ ഉൾപ്പെടെയുള്ള മുതലാളിത്ത പ്രസിദ്ധീകരണങ്ങളിൽ പ്രവർത്തിച്ച കാർട്ടൂണിസ്റ്റ്, സ്വന്തമായിട്ട് കാർട്ടൂൺ പ്രസിദ്ധീകരണം നടത്തി, കാർട്ടൂൺ പത്രം നടത്തി, മാസിക നടത്തി, ഇന്ത്യയിൽ തന്നെ സ്ഥാനം നേടിയിട്ടുള്ള അപൂർവം കാർട്ടൂണിസ്റ്റുകളിൽ ഒരാളാണ് യേശുദാസൻ. അദ്ദേഹത്തിൻ്റെ അസാധുവും കട്ട്കട്ടും ഏറെ പ്രചാരം സൃഷ്ടിച്ച കാര്യമാണ്. കട്ട്കട്ടിൽ ആഴ്ചതോറും പ്രസിദ്ധീകരിക്കുന്നതാണ്, വാരികയാണ്. കട്ട്കട്ടിൽ ഈ ഒരു പ്രധാനപ്പെട്ട ഒരു കോളം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പത്രത്തെ മാതൃകയാക്കിയിട്ട് അതിൻ്റെ ഒരു പാരഡി പത്രം തയ്യാറാക്കി അവതരിപ്പിക്കലാണ്. പിൽക്കാലത്ത് വന്ന ടെലിവിഷൻ ജേർണലിസത്തിൽ വന്ന പത്രവിശേഷം പോലെ അതിനേക്കാൾ കുറച്ചുകൂടി ഉയർന്ന തരത്തിൽ സാമൂഹ്യ വിമർശനം നടത്തുന്ന ഒന്നായിരുന്നു കട്ട്കട്ടിൽ വന്ന, അസാധുവിൽ വന്ന ഈ പത്രത്തിൻ്റെ മാതൃക.
പത്രവിശേഷം. ഒരു പത്രത്തിൽ തന്നെ ഇപ്പോൾ മനോരമ, മാതൃഭൂമി ഒരു തവണ തിരഞ്ഞെടുത്തിട്ട് അതിനകത്തുള്ള കണ്ടൻറ്റ് വെച്ചിട്ട് അതിന് സമാന്തരമായിട്ടുള്ള, അതിനെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു പത്രം ഇറക്കുകയായിരുന്നു. ഈ കട്ട്കട്ടിലെല്ലാം അന്ന് ഒരു സിനിമാ രംഗത്തേക്ക് വരുന്നതിനുള്ള നവാഗതരെ അടക്കം അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഇതിനെപ്പറ്റി നമ്മുടെ മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടി തന്നെ സ്മരിച്ചിട്ടുണ്ട്. ഞാൻ വലിയ നടനാകുന്നതിന് മുമ്പ് നടനാകണമെന്നുള്ള മോഹം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ യേശുദാസിനെ പോയി കണ്ടിട്ട്, കൊച്ചിയിൽ യേശുദാസിനെ പോയി കണ്ടിട്ട് അദ്ദേഹത്തിനോട് എൻ്റെ ഒരു ഫോട്ടോയും ഏൽപ്പിച്ച് എന്നെപ്പറ്റി ഒന്ന് എഴുതണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തിരിച്ചു പോയതും ആ കട്ട്കട്ടിനകത്ത് മോഹൻലാൽ മമ്മൂട്ടിയെപ്പറ്റി അതിമനോഹരമായിട്ട് ഒരു ആർട്ടിക്കിൾ വന്നതും അത് തൻ്റെ ജീവിതത്തിൽ എങ്ങനെ ഗുണം ചെയ്തു എന്നുള്ള കാര്യവും മമ്മൂട്ടി യേശുദാസിനെ അനുസ്മരിച്ചുകൊണ്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സ്വന്തമായി ഒരു പ്രസിദ്ധീകരണം നടത്തി ആ പ്രസിദ്ധീകരണത്തിന് തന്നെ മലയാളികളുടെ മനസ്സിൽ ഇടം സ്ഥാപിച്ചെടുക്കാൻ കഴിഞ്ഞ ഒരു വലിയ പത്രാധിപർ കൂടിയായിരുന്നു യേശുദാസൻ. ഇദ്ദേഹത്തിൻ്റെ നഷ്ടം മലയാളിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിത്യജീവിതത്തിൽ നിന്നും നർമ്മത്തിൻ്റെ ഒരു ഹൃദയം അപഹരിക്കപ്പെടുന്ന, മാറ്റിവെക്കപ്പെടുന്ന ഒരു വലിയ നഷ്ടം തന്നെയാണ്. ഏറ്റവും കേരളീയരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമ പുരസ്കാരമായ സ്വദേശാഭിമാനി കേസരി അവാർഡ് കഴിഞ്ഞ വർഷം CJ യേശുദാസിനായിരുന്നു കേരള സർക്കാർ പ്രഖ്യാപിച്ചത്. ഈ അവാർഡ് ഏറ്റുവാങ്ങുന്നതിന് കാത്തു നിൽക്കാതെയാണ് അദ്ദേഹം വിടവാങ്ങിയത്. കേരള മീഡിയ അക്കാദമി ഇദ്ദേഹത്തിന് വേണ്ടി ഇദ്ദേഹത്തിൻ്റെ ജീവിതം വരും തലമുറയ്ക്ക് പകർന്നു നൽകുന്നതിന് വേണ്ടിയിട്ട് ഒരു ഡോക്യുഫിഷൻ തയ്യാറാക്കി വരികയായിരുന്നു. അതിനുള്ള ചുമതല ഏൽപ്പിച്ചത് സിബി മലയിലെ ആയിരുന്നു. അദ്ദേഹം അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടരുന്നതിനിടയിലാണ് മരണം സംഭവിച്ചത്. യേശുദാസ് സാറിൻ്റെ അഭാവത്തിലും ഇനി ആ ഡോക്യുഫിഷൻ പൂർത്തീകരിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ സ്മരണയോട് ചെയ്യുന്ന ഒരു നീതി കൂടിയായിരിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. യേശുദാസ് സാറിൻ്റെ വേർപാടിൽ അഗാധമായ ദുഃഖവും അനുശോചനവും ഒരിക്കൽ കൂടി പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നമസ്കാരം. RS ബാബു സാറും അർത്ഥയുക്തമായ രീതിയിൽ യേശുദാസൻ സാറിനെ ഓർത്തെടുത്തു. ഇനി ഈ ഓർമ്മക്കൂട്ടായ്മയിൽ അനുസ്മരണ ഭാഷണവുമായി എത്തുന്നത് കേരള കാർട്ടൂൺ അക്കാദമിയുടെ ചെയർമാൻ പ്രിയപ്പെട്ട ശ്രീ K. ഉണ്ണികൃഷ്ണൻ സാറാണ്. കേരള കാർട്ടൂൺ അക്കാദമിയുടെ സ്ഥാപക ചെയർമാൻ എന്നുള്ള രീതിയിലുള്ള സവിശേഷത കൂടി പ്രിയപ്പെട്ട നമ്മുടെ യേശുദാസൻ സാറിനുണ്ട്. അതിൻ്റെ പിന്തുടർച്ചയിൽ കാർട്ടൂൺ അക്കാദമിയെ സജീവമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന വ്യക്തിത്വം എന്നുള്ള രീതിയിലും യേശുദാസൻ സാറ് കാർട്ടൂൺ രംഗത്ത് നൽകിയ മികവിനെയും സർഗസംഭാവനകളെക്കുറിച്ചും ശ്രീ K. ഉണ്ണികൃഷ്ണൻ സാർ സംസാരിക്കും. ഏറെ ആദരവോടെ, വിനയത്തോടെ അദ്ദേഹത്തെ ഈ ഓർമ്മ കൂട്ടായ്മയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. വളരെ സങ്കടകരമായ ഇരുണ്ട ഒരു കാലത്തിൽ കൂടിയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കോവിഡ് എന്ന മഹാമാരിയെ ചെറുക്കാനായി, ജീവിതം തിരിച്ചു പിടിക്കാനായുള്ള ഒരു വലിയ പോരാട്ടത്തിലാണ് ലോകരാജ്യങ്ങളെല്ലാം. ആ പോരാട്ടം, സുദീർഘമായ പോരാട്ടം, ഇനിയും എവിടെയും എത്തിയിട്ടുമില്ല. അതിനിടയിൽ പ്രതിസന്ധിയുടെ ആ ഇരുട്ടിൻ്റെ നടുവിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായ ചിലരുടെ വിയോഗങ്ങൾ എത്രയും ദുഃഖിപ്പിച്ചുകൊണ്ട് നമ്മളെ തേടിയെത്തുന്നു. യേശുദാസൻ സാറിൻ്റെ വിയോഗം
കോവിഡിനെ തുടർന്നുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ മൂലമാണ് എന്ന് നമുക്കറിയാം. ആ വേർപാടിൻ്റെ ശൂന്യതയിൽ നിൽക്കുമ്പോഴാണ് യേശുദാസൻ സാർ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ ഇന്ത്യൻ കാർട്ടൂൺ കലയ്ക്ക്, കേരളീയ സമൂഹത്തിന് എത്രത്തോളം വലുതാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. യേശുദാസ് സാറിനെക്കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും തുടങ്ങേണ്ടത് അദ്ദേഹത്തിൻ്റെ ഗുരുവായ ശങ്കറിൽ നിന്ന് തന്നെയാണ്. മലയാളിയുടെ സവിശേഷ ഗുണങ്ങളായ പല കാര്യങ്ങളുടെയും സമ്മേളനമായിരുന്നു ശങ്കർ. ഫലിതബോധം, സ്വന്തം കർമ്മരംഗത്തുള്ള പ്രാവീണ്യം, അതിജീവന സ്വഭാവം, പ്രവാസം, കുടിയേറ്റം, അങ്ങനെ പലതും കൃത്യമായി അദ്ദേഹത്തിൽ സമ്മേളിച്ചിരുന്നു. കായംകുളത്ത് നിന്ന് തിരുവനന്തപുരത്തെത്തുകയും അവിടെ നിന്ന് ബോംബെയിലെത്തുകയും ബോംബെയിൽ നിന്ന് ഡൽഹിയിലെത്തുകയും ഇന്ത്യൻ കാർട്ടൂൺ കലയുടെ കുലപതി എന്ന കസേര വലിച്ചിട്ടിരിക്കുകയും ആ കാലത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സംഭവ വികാസങ്ങളെല്ലാം വരകളിൽ കൂടി ആവാഹിക്കുകയും ചെയ്ത അപൂർവമായ, അസാമാന്യ പ്രതിഭാശാലിയായ ഒരു വ്യക്തിത്വമായിരുന്നു ശങ്കറിൻ്റേത്. തനിക്ക് ശേഷം പ്രളയം എന്നൊരിക്കലും ശങ്കർ ചിന്തിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് ശങ്കേഴ്സ് വീക്ക്ലി തുടങ്ങിയപ്പോൾ വരച്ചു തുടങ്ങുന്ന ഇളമുറക്കാർക്കായി ഇടം കണ്ടെത്തിയത്. അന്ന് ശങ്കറിൻ്റെ ഒപ്പം ശങ്കറിൻ്റെ ശിഷ്യന്മാരായി വന്ന പല പുതിയ ആളുകളും പിൽക്കാലത്ത് ഇന്ത്യൻ കാർട്ടൂൺ കലയുടെ തന്നെ ഏറ്റവും പ്രശസ്തരായ വ്യക്തിത്വങ്ങളായി മാറി. ഒ.വി. വിജയൻ, അതുപോലെ തന്നെ കുട്ടി, യേശുദാസൻ സാറ്, ഗഫൂർ സാർ, അങ്ങനെ പല ആളുകളുമുണ്ട്. ദീർഘകാലം അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചത് യേശുദാസ് സാറാണ്. 6 വർഷത്തിനിടയിൽ ശങ്കർ പുലർത്തിപ്പോന്ന കലാനിഷ്ഠകളിലെല്ലാം സ്വന്തം ജീവിതത്തിലും പകർത്താനായി അദ്ദേഹം പരിശ്രമിച്ചു. അതിൽ വലിയൊരളവ് വരെ വിജയം കണ്ടെത്തുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ദീർഘകാലമുള്ള സുദീർഘമായ ഒരു കലാസപര്യ മരിക്കുന്നതിന് കുറച്ച് നാളുകൾ മുമ്പ് വരെ നിരന്തരം വരച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. എത്രയോ കാർട്ടൂണുകൾ, പല കാർട്ടൂണുകളിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ, കേരള രാഷ്ട്രീയത്തിൻ്റെ ഗതിവിഗതികളെല്ലാം കൃത്യമായി അദ്ദേഹം വരച്ചിട്ടു. ചില കാർട്ടൂണുകൾ വളരെ പ്രവചനാത്മകമായ കാർട്ടൂണായിരുന്നു. പി സിംഗിൻ്റെ കാലത്ത് ഒരാളെന്നെ തള്ളിപ്പറയും, മറ്റൊരാൾ ഒറ്റുകൊടുക്കും എന്ന് പറയുന്ന കാർട്ടൂൺ അതിലൊന്ന് ഉദാഹരണമാണ്. അതുപോലെ ആയിരക്കണക്കായ കാർട്ടൂണുകൾ കരുണാകരനെക്കുറിച്ചും നയനാരെക്കുറിച്ചും ഒക്കെ അദ്ദേഹം വരച്ചു. EMSനെ അദ്ദേഹം വരച്ച ശൈലി പിന്നീട് നിരവധി കാർട്ടൂണിസ്റ്റുകൾ പിന്തുടർന്നു. പോക്കറ്റ് കാർട്ടൂണിൽ അദ്ദേഹം കൊണ്ടുവന്ന കഥാപാത്രങ്ങൾ, ആ കഥാപാത്രങ്ങൾ കേരളീയ സമൂഹത്തിലെ വ്യക്തിത്വങ്ങളായി ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നു. ആ കഥാപാത്രങ്ങളില്ലാതെ കേരളത്തിൻ്റെ കാർട്ടൂൺ കലയെ നമുക്ക് നോക്കിക്കാണാനാവില്ല. ഒരു തരത്തിൽ പറഞ്ഞാൽ കേരളീയ സമൂഹത്തിലെ പല തലമുറകളെ, അവരുടെ കലാപബോധത്തെ, അവരുടെ രാഷ്ട്രീയത്തെ, അവരുടെ ചിന്തയെ, അവരുടെ ലോകവീക്ഷണത്തെയെല്ലാം രൂപപ്പെടുത്തിയത് ഈ നേർത്ത വരകളാണ് എന്ന് നമുക്ക് കാണാം. ഓരോ ദിവസവും കുറേ കാലങ്ങളായി, പതിറ്റാണ്ടുകളായി മലയാളി കണി കണ്ടുണരുന്ന ആ നേർത്ത വരകളാണ് ഫലിതത്തിൻ്റെയും ആക്ഷേപഹാസ്യത്തിൻ്റെയും അവസാന വാക്കായി ഇക്കാലം അത്രയും നിലനിന്നത്. പലപ്പോഴും നമ്മൾ ആലോചിക്കുമ്പോൾ എങ്ങനെയാണിത് കഴിഞ്ഞത് എന്നൊരു വലിയ അത്ഭുതമുണ്ട്. കണിശതയോടുകൂടി ഈ കലാനിഷ്ഠകൾ പിന്തുടരുക എന്നത് ഒരു വലിയ അത്ഭുതം തന്നെയാണ്. ശങ്കർ അത് ചെയ്തിട്ടുണ്ടായിരുന്നു. യേശുദാസൻ സാറും അത് ചെയ്തിട്ടുണ്ടായിരുന്നു. യേശുദാസൻ സാറ് തുടങ്ങി വെച്ച വിനോദ മാസികകൾ, ടക് ടക്ക്, അതുപോലെ കട്ട്കട്ട്, അതുപോലെയുള്ള മാസികകൾ അക്കാലത്ത് വരച്ചു തുടങ്ങിയ പല ആളുകളുടെയും നഴ്സറിയായിരുന്നു. പിന്നീട് ദീർഘകാലം മനോരമയിൽ, അതിനുശേഷം ദേശാഭിമാനിയിൽ ഒക്കെ അദ്ദേഹം വരച്ചു. ആദ്യകാലത്തും അവസാന കാലത്തും ജനയുഗത്തിൽ പോക്കറ്റ് കാർട്ടൂണുകൾ വരച്ചു. അപ്പോഴെല്ലാം ഒരു കാർട്ടൂണിസ്റ്റിന് വേണ്ട ഏറ്റവും വലിയ ഗുണങ്ങളായ നിരീക്ഷണം, അതുപോലെ തന്നെ ഫലിതബോധം,
ആശയങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിരന്തരമായ അന്വേഷണം, അതൊക്കെ തുടരാനായി അദ്ദേഹത്തിന് സാധിച്ചു. വായന ഒരിക്കലും മുടക്കിയിട്ടില്ല. വിവിധ പത്രങ്ങൾ അരിച്ചു പെറുക്കി വായിക്കുക, ചുറ്റും നടക്കുന്ന രാഷ്ട്രീയമായ, സാമൂഹികമായ, സിനിമാ മേഖലയിലെ ഒക്കെ പല പല ചലനങ്ങളും സംഭാഷണത്തിൽ കൂടിയും അല്ലാതെയുമൊക്കെ മനസ്സിലാക്കുക. അതിനിടയിൽ എവിടെയോ ഏതോ ഒരു നിമിഷത്തിൽ ഒരു കാർട്ടൂൺ പിറക്കുന്നു. അത് നിരന്തരം പിറന്നുകൊണ്ടേയിരിക്കുന്നു. വർഷങ്ങളായി അതൊരു സപര്യയായി തുടരും. അതൊരു അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. വ്യക്തിപരമായി പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കാർട്ടൂൺ കലയിൽ ഒരുപാട് പ്രോത്സാഹനം അദ്ദേഹം നൽകിയിട്ടുണ്ട്. ഞാൻ കുട്ടിക്കാലം മുതലേ കണ്ടു വളർന്ന വരകളാണത്. പിന്നീട് അടുത്ത പരിചയമായി, സൗഹൃദമായി, സംഭാഷണങ്ങളുണ്ടായി, ഒരുപാട് കാലം അടുത്തിടപഴകി. അപ്പോഴെല്ലാം ഒരു ഗുരുസ്ഥാനീയനായി അദ്ദേഹം ഒപ്പമുണ്ടായിരുന്നു. എനിക്ക് മാത്രമല്ല, നിരവധി കാർട്ടൂണിസ്റ്റുകൾക്കും അത്തരത്തിലുള്ള അനുഭവങ്ങളുണ്ടാവാം. യേശുദാസ് സാറിൻ്റെ ഏറ്റവും വലിയ ഒരു സംഭാവന എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കേരള കാർട്ടൂൺ അക്കാദമി തന്നെയാണ്. ഇന്ത്യയിലെ കാർട്ടൂണിൻ്റെ നാട് എന്ന് പറയാവുന്നത് നമ്മുടെ കേരളം തന്നെയാണ്. ഇപ്പോഴും ദേശീയ തലത്തിൽ നോക്കിയാൽ ഏറ്റവും കൂടുതൽ കാർട്ടൂണിസ്റ്റുകൾ കടന്നു വരുന്നത് കേരളത്തിൽ നിന്നാണ്. ഈ കേരളത്തിൽ നിന്ന് തന്നെയാണ് പല തുടക്കങ്ങളും ഉണ്ടാവുന്നത്. കാർട്ടൂണിസ്റ്റുകളുടെ ഒരു കൂട്ടായ്മ എന്നുള്ള രീതിയിൽ കാർട്ടൂൺ അക്കാദമി തുടങ്ങിയതും അദ്ദേഹത്തിൻ്റെ കാലത്താണ്. അക്കാദമിയുടെ സ്ഥാപക ചെയർമാനുമായിരുന്നു അദ്ദേഹം. അത്തരത്തിലൊരു കൂട്ടായ്മ മറ്റൊരു സംസ്ഥാനത്തും ഇന്ത്യയിൽ കാണാൻ സാധിക്കില്ല. ഇപ്പോഴും വിദേശ രാജ്യങ്ങളിലോ അല്ലെങ്കിൽ ഇന്ത്യയുടെ വലിയ നഗരങ്ങളിലോ ഒക്കെ ഉള്ള ആളുകൾ കേരളത്തിനെ കാണുന്നത് കേരളം കാർട്ടൂണിൻ്റെ ഒരു നാടാണ് എന്നുള്ള രീതിയിലാണ്. അത്തരത്തിലുള്ള ഒരു വലിയ പ്രതിഭാശാലിയെ നമുക്ക് ഇന്ന് നഷ്ടമായിരിക്കും. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുകയും അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ സങ്കടപ്പെടുന്ന ആ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്യും. ചക്കോലത്ത് ജോൺ യേശുദാസൻ എന്ന CJ യേശുദാസൻ സാറിൻ്റെ ഓർമ്മകളെ അദ്ദേഹത്തിൻ്റെ കാർട്ടൂണിൻ്റെ അർത്ഥവ്യാപ്തി പോലെ തന്നെ വളരെ മനോഹരമായിട്ട് ആഴമുള്ള ചിന്തകളിലൂടെ കരുതി വെച്ച ഒരുപാട് നന്മയുള്ള കാര്യങ്ങളെ ഉണർത്തിക്കുന്ന രീതിയിൽ തന്നെ ഇവിടെ സംസാരിച്ച 4 പേരും സ്മൃതി ഭാഷണങ്ങളിലൂടെ കടന്നുപോയി. ചിരസ്മരണയ്ക്ക് എപ്പോഴും നമ്മൾ ഈ ഓരോ ചിരസ്മരണകൾ പൂർത്തിയാകുമ്പോഴും ഓരോ സർഗ്ഗവ്യക്തിത്വത്തെയും ഓരോ മേഖലയിൽ, അത് കായിക രംഗത്തായാലും ശാസ്ത്രരംഗത്തായാലും ഏത് മേഖലയിലായാലും സംഭാവനകൾ അർപ്പിച്ച് സമൂഹത്തിലേക്ക് പ്രകാശം പരത്തി കടന്നുപോയ വ്യക്തിത്വങ്ങളുടെ അടയാളപ്പെടുത്തൽ കൂടിയാകുന്നു എന്നുള്ളതാണ് നമുക്കുള്ള അതിലേറെ ആഹ്ലാദവും സമാശ്വാസവും. അത് ഈ ഒരു ഓർമ്മ കൂട്ടായ്മയിലും അതുപോലെ തന്നെ നിലനിർത്താൻ കഴിഞ്ഞു. 4 പേരുടെയും അർത്ഥഗർഭങ്ങളായിട്ടുള്ള വാക്കുകളിലൂടെ, ഓർമ്മ പ്രഭാഷണങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി. നാളെ ചിരസ്മരണയെ ദീപ്തമാക്കുന്നത് മലയാളത്തിൻ്റെ ആയുർവേദ ആചാര്യൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന, ഭാരതത്തിൽ തന്നെ ഏറെ ശ്രദ്ധേയനായ ആയുർവേദ ഡോക്ടർ PK വാര്യർ സാറിൻ്റെ ഓർമ്മകളുമായിട്ടാണ് ചിരസ്മരണ നാളെ എത്തുന്നത്. തീർച്ചയായും പ്രഗത്ഭരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ നാളെ ചിരസ്മരണയിൽ സ്മൃതി പ്രഭാഷണങ്ങൾ നടത്തും. ഇന്ന് ഈ സ്മൃതി പ്രഭാഷണങ്ങൾ നടത്തിയ വിശിഷ്ട വ്യക്തിത്വങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി ഭാരത് ഭവൻ നിർവാഹക സമിതി അംഗം ശ്രീ റോബിൻ സേവ്യറെ സവിനയം ക്ഷണിക്കുന്നു. നമസ്കാരം. വൈദികനാകാൻ വീട്ടുകാർ പരിശ്രമിച്ചു, എഞ്ചിനീയർ ആവാൻ മോഹിച്ചു. പക്ഷേ വിധി അദ്ദേഹത്തെ വരകളുടെ തമ്പുരാനാക്കി മാറ്റി. ബഹുമാന്യരെ, ചക്കാലത്ത് ജോൺ യേശുദാസ് എന്ന കാർട്ടൂണിസ്റ്റ് യേശുദാസിൻ്റെ 6 പതിറ്റാണ്ട് നീണ്ട വരകളുടെ ലോകത്തിന് കോവിഡ് ഒരു വിലങ്ങുതടിയിട്ടു. 83-ാം വയസ്സിൽ നമ്മെ വിട്ടുപിരിഞ്ഞ യേശുദാസൻ ചിരിയും മുനയുമുള്ള വരകളിലൂടെ രാഷ്ട്രീയം ഏറെ ലളിതമായി നമ്മോട് പറഞ്ഞു. ചക്കോലത്ത് ജോൺ യേശുദാസൻ എന്ന CJ യേശുദാസ്. നമസ്കാരം. വൈദികനാകാൻ വീട്ടുകാർ പരിശ്രമിച്ചു, എഞ്ചിനീയർ ആവാൻ മോഹിച്ചു. പക്ഷേ വിധി അദ്ദേഹത്തെ വരകളുടെ തമ്പുരാനാക്കി മാറ്റി. ബഹുമാന്യരെ, ചക്കാലത്ത് ജോൺ യേശുദാസ് എന്ന കാർട്ടൂണിസ്റ്റ് യേശുദാസിൻ്റെ 6 പതിറ്റാണ്ട് നീണ്ട വരകളുടെ ലോകത്തിന് കോവിഡ് ഒരു വിലങ്ങുതടിയിട്ടു. 83-ാം വയസ്സിൽ നമ്മെ വിട്ടുപിരിഞ്ഞ യേശുദാസൻ
ചിരിയും മുനയുമുള്ള വരകളിലൂടെ രാഷ്ട്രീയം ഏറെ ലളിതമായി നമ്മോട് പറഞ്ഞു. അശോകയിൽ തുടങ്ങി ജനയുഗം, ശങ്കേഴ്സ് വീക്കിലി, ബാലയുഗം, കട്ട് കട്ട്, അസാധു, ടക് ടക്, മലയാള മനോരമ, ദ വീക്ക് എന്നിവയിലൂടെ ഏതു സാധാരണക്കാരനും മനസ്സിലാകുന്ന കാർട്ടൂണുകളുടെ അമരക്കാരനായി അദ്ദേഹം മാറി. കിട്ടുമാൻ, മിസിസ് നായർ, ചന്തു, ജുബ്ബ ചേട്ടൻ, പൊന്നമ്മ സൂപ്രണ്ട് തുടങ്ങിയവരോടൊപ്പം പഞ്ചവടി പാലത്തിലെ കഥാപാത്രങ്ങളും ഇന്നും നമ്മുടെ മനസ്സിൽ ജീവിക്കുന്നു. പൊന്നമ്മ സൂപ്രണ്ട് എന്ന ആ പോക്കറ്റ് കാർട്ടൂൺ പ്രസിദ്ധീകരിച്ച കാലം എനിക്കിന്നും ഓർമ്മയുണ്ട്. മലയാള മനോരമയിൽ 3-4 ദിവസം ഒരു കാർട്ടൂൺ പ്രത്യക്ഷപ്പെട്ടു. തൻ്റേടിയായ ഓഫീസ് ഭരിക്കുന്ന ഒരു സ്ത്രീ, മൂക്കത്ത് ശുണ്ടിയുള്ള എന്നാൽ നേരിനു വേണ്ടി മാത്രം നിലനിൽക്കുന്ന ഒരു വനിതാരത്നം. 3-4 ദിവസം കഴിഞ്ഞപ്പോൾ പത്രത്തിൽ പരസ്യം വന്നു, ഈ കാർട്ടൂണിന് ഉചിതമായ പേര് നിർദ്ദേശിക്കുക, ഏത് പേരാണോ ഏറ്റവും അധികം വരുന്നത് ആ പേരായിരിക്കും ഈ കാർട്ടൂണിന് ഇടുക, കഥാപാത്രത്തിന് ഈ പേരായിരിക്കും കൊടുക്കുക. അന്ന് ഏറ്റവും അധികം വന്ന പേരുകളിൽ ഒന്ന് മറ്റൊന്നും ആയിരുന്നില്ല, ഗൗരിയമ്മ സൂപ്രണ്ട് എന്നതായിരുന്നു. കാര്യം ഈ കഥാപാത്രത്തിന് ഗൗരിയമ്മയുമായിട്ടുള്ള, അന്ന് രാഷ്ട്രീയത്തിൽ തിളങ്ങി നിന്നിരുന്ന ഗൗരിയമ്മയുമായിട്ടുള്ള സാമ്യം വളരെ ഏറെയായിരുന്നു. നേരിന് വേണ്ടി മാത്രം നിലനിൽക്കുന്ന, സത്യം മാത്രം പറയുന്ന, എന്നാൽ ഒരല്പം മുൻകോപം ഉള്ള ഗൗരിയമ്മയെ മറ്റൊരു രൂപത്തിൽ വരച്ചു കാട്ടുകയായിരുന്നു കാർട്ടൂണിസ്റ്റ് യേശുദാസൻ. ഓരോ കാർട്ടൂണും വരയ്ക്കുമ്പോഴും അദ്ദേഹം ഓരോ വ്യക്തികളുടെയും സ്വഭാവങ്ങൾ പ്രത്യേകം സൂക്ഷിച്ച് പഠിച്ചിരുന്നു. EMSൻ്റെ കണ്ണുകളുടെ തിളക്കം, കരുണാകരൻ്റെ മറുക്, ആ ചെറിയ കൂന്, നായനാരുടെ കണ്ണട, ആ കുസൃതി ചിരി, MM ഹസൻ്റെ വലത് കൈയിൽ കെട്ടുന്ന വാച്ച്, ധനികനായ കോൺഗ്രസ് നേതാവ് GK മൂപ്പനാരുടെ റബ്ബർ ചെരുപ്പ്, നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ ചെറിയ ചെവി, ഇവയൊക്കെ തന്നെ ശ്രദ്ധിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ കാർട്ടൂൺ രചനകൾ. നിരീക്ഷണ പാഠവത്തോടെ വളരെ ശ്രദ്ധിച്ച് വരച്ചിരുന്ന കാർട്ടൂണിൽ ഒരിക്കൽ അദ്ദേഹത്തിനൊരു ചെറിയ അമളി പറ്റി. റഷ്യയെപ്പറ്റി, ബോറിസ് യെൽസിൻ കമ്മ്യൂണിസം തകർക്കുന്നതിനെപ്പറ്റി വരച്ച ഒരു കാർട്ടൂണിൽ ബോറിസ് യെൽസിൻ്റെ കൈ കാണിച്ചപ്പോൾ അതിൽ 5 വിരലുകളാണ്, സാധാരണ വരയ്ക്കുന്നത് പോലെ 5 വിരലുകളാണ് വരച്ചു വെച്ചത്. പിന്നീട് കുറേ നാൾക്ക് ശേഷമാണ് അദ്ദേഹം പറഞ്ഞത് ബോറിസ് യെൽസിന് കൈപ്പത്തിയിൽ 3 വിരലുകൾ മാത്രമേ ഉള്ളൂ, 2 വിരൽ അദ്ദേഹത്തിന് ഒരു ബോംബ് സ്ഫോടനത്തിൽ നഷ്ടപ്പെട്ടിരുന്നു. ഈ ഒരു തെറ്റിൽ അദ്ദേഹം വളരെയധികം വ്യസനിച്ചിരുന്നു. അദ്ദേഹം അത് തുറന്ന് എഴുതുകയും ചെയ്തിട്ടുണ്ട്. കറുപ്പിലും വെളുപ്പിലും അദ്ദേഹം കോറിയിട്ട ആ കാർട്ടൂണുകൾ ചരിത്രരേഖകളായി ഇന്നും നിലനിൽക്കുന്നു. മഴമിഴി ചിരസ്മരണ 6-ാം ദിവസമായ ഇന്ന് യേശുദാസിനെക്കുറിച്ചുള്ള ഓർമ്മകൾ നമുക്കായി ഓർത്തെടുത്ത് സംവദിച്ചത് ശ്രീ ബിനോയ് വിശ്വം, ശ്രീമതി ഗിരിജ സേതുനാഥ്, കാർട്ടൂൺ അക്കാദമി ചെയർമാൻ ശ്രീ K ഉണ്ണികൃഷ്ണൻ, മീഡിയ അക്കാദമി ചെയർമാൻ ശ്രീ RS ബാബു എന്നീ മഹത് വ്യക്തിത്വങ്ങളാണ്. ജനയുഗവും യേശുദാസിനുമായുള്ള ആ പൊക്കിൾക്കൊടി ബന്ധം ശ്രീ ബിനോയ് വിശ്വം ആർദ്രതയോടെ നാമുമായി പങ്കുവച്ചു. ശ്രീ ബിനോയ് വിശ്വത്തിന് ഭാരത് ഭവൻ്റെയും സാംസ്കാരിക വകുപ്പിൻ്റെയും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ശ്രീ RS ബാബു, മീഡിയ അക്കാദമി ചെയർമാനും മുതിർന്ന പത്രപ്രവർത്തകനുമായ ശ്രീ ബാബു സാർ യേശുദാസിനുമായുള്ള തൻ്റെ ഓർമ്മകൾ ചിരസ്മരണയിലൂടെ ഓർത്തെടുത്തു. ബാബു സാറിന് സാംസ്കാരിക വകുപ്പിൻ്റെയും ഭാരത് ഭവൻ്റെയും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പ്രശസ്തയായ സാഹിത്യകാരി ശ്രീമതി ഗിരിജ സേതുനാഥ് യേശുദാസിൻ്റെ വരകളിലെ കൗതുകത്തെപ്പറ്റി, അദ്ദേഹവുമായുള്ള ബന്ധത്തെപ്പറ്റി വളരെ വിശദമായി തന്നെ നമ്മോട് സംവദിക്കുകയുണ്ടായി. ശ്രീമതി ഗിരിജ സേതുനാഥിനോടുള്ള നന്ദിയും കടപ്പാടും സ്നേഹവും ഇവിടെ അറിയിക്കുകയാണ്. കാർട്ടൂൺ അക്കാദമി സ്ഥാപക ചെയർമാനായിരുന്ന യേശുദാസിനെക്കുറിച്ച് നിലവിൽ അക്കാദമി ചെയർമാൻ പദം അലങ്കരിക്കുന്ന ശ്രീ K ഉണ്ണികൃഷ്ണൻ നമ്മോട് സംസാരിച്ചു. ശ്രീ ഉണ്ണികൃഷ്ണന് സാംസ്കാരിക വകുപ്പിൻ്റെ നന്ദിയും കടപ്പാടും ഇവിടെ അറിയിക്കുകയാണ്. ആമുഖഭാഷണം നടത്തിയത് ഭാരത് ഭവൻ മെമ്പർ സെക്രട്ടറിയും മഴമിഴി ഫെസ്റ്റിവൽ ഡയറക്ടറുമായ ശ്രീ പ്രമോദ് പയ്യന്നൂരാണ്. ശ്രീ പ്രമോദ് പയ്യന്നൂരിന് ഔപചാരികതയുടെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. ഈ ചടങ്ങിൽ സന്നിഹിതരായിരിക്കുന്ന, ഈ ചടങ്ങ് വീക്ഷിക്കുന്ന എല്ലാവർക്കും സാംസ്കാരിക വകുപ്പിൻ്റെയും ഭാരത് ഭവൻ്റെയും പ്രത്യേക നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഇന്ന് കാർട്ടൂണിസ്റ്റുകൾക്ക് പ്രത്യേകിച്ച് ഇന്ത്യയിൽ
വെല്ലുവിളി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇന്ന് വെല്ലുവിളി യഥാർത്ഥത്തിൽ നേരിടുന്നത് നമ്മുടെ പത്രമാസികൾ, മറ്റ് പ്രസിദ്ധീകരണങ്ങളൊക്കെ വായിക്കുന്നത് വായനക്കാർ തന്നെ. നമ്മളൊരു വ്യക്തിയെ വരയ്ക്കുമ്പോൾ, അതല്ലെങ്കിൽ നമ്മളൊരു കാർട്ടൂൺ പൂർണ്ണമായിട്ട് തീർക്കുമ്പോൾ ഇല്ല, നമ്മൾ വായനക്കാരുടെ മാന്യത പുലർത്തുന്നില്ല എന്നുള്ളതാണ് സത്യം. ഒരു കാർട്ടൂണിസ്റ്റ് എല്ലാ ഡീറ്റെയിൽസും അറിഞ്ഞിരിക്കുന്നു. അത് മുഖം കൊണ്ട് മാത്രമല്ല,